പഠിക്കാനാണ് അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നാം നിയ്യത്ത് ചെയ്തിട്ടുള്ളത്. അല്ലാഹു തആല ഈ സൂറത്ത് മുഴുവനായി അതിൻ്റെ അർത്ഥവും ആശയവും അതിൻ്റെ വ്യാപ്തിയും ഉൾക്കൊണ്ടുകൊണ്ട് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി നിങ്ങളുടെ കൈകളിലെ നോട്ടിൽ അത് എഴുതി വെച്ചിട്ടുണ്ടാകും. ഇസ്തിആനത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മൾ യാസീൻ തുടങ്ങിയ നമ്മൾ യാസീൻ എന്നൊരു പറഞ്ഞ് തുടങ്ങിയല്ല വേണ്ടത്, മറിച്ച് നമ്മൾ ഖുർആനാണ് പഠിക്കാൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഖുർആൻ ഓതാൻ ആരംഭിക്കുമ്പോൾ നീ ഖുർആൻ ഓതുകയാണെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം എന്ന് ഖുർആനിൽ തന്നെ കൽപ്പനയുണ്ട്. നമ്മുടെ ഈ ക്ലാസ്സിനെ നിങ്ങൾ ഒരു പ്രസംഗം കേൾക്കുന്ന പോലെയല്ല കേൾക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആവർത്തിച്ചതാണ്. നമ്മുടെ ഈ ഒരു പഠനത്തിന്റെ ഗുണം നമുക്ക് ലഭിക്കാനെങ്കിൽ സ്വാഭാവികമായും ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുകയും എഴുതേണ്ടത് നോട്ട് ചെയ്യേണ്ടത് നോട്ട് ചെയ്യുകയും ചെയ്യും. ഇസ്തിആനത്തിനെ ചോദിക്കുക എന്താണ്? ഇസ്തിആനത്ത് എന്നാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചോദിക്കുന്നതിൽ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിന്റെ ആയത്ത് പറഞ്ഞു കഴിഞ്ഞില്ല, ഓർമ്മ ഉണ്ടാവും. അതായത് ഖുർആൻ മറിച്ചാൽ നമ്മൾ ഖുർആൻ ഓതാൻ ഇരുന്നാൽ ആദ്യം എന്താ ചൊല്ലത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത് ഖുർആനിലുണ്ടോ? ഖുർആൻ മറിച്ചോക്കി ഖുർആനിലുണ്ടോ? ഏതെങ്കിലും സൂറത്തിന്റെ തുടക്കത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഇല്ലാത്ത ഓടുന്നു ഒരാൾ ചോദിച്ചാൽ ഒരു നിസ്സാരമായ ഒരു ചോദ്യം. ഖുർആനിൽ ഇല്ലാത്തതുകൊണ്ട് എന്തിനാണ് ഓടുന്നത്? ഖുർആനിൽ ഇല്ലാത്ത ഓടുന്നത് തെറ്റല്ലേ? ഖുർആനിൽ കടത്തിക്കൂടലല്ലേ എന്നൊരാൾ ചോദിച്ചാൽ മറുപടി ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ നമ്മൾ അടുത്തെടുക്കുന്ന മറുപടി അല്ലത്. അതാ ചിന്തിക്കാൻ. നമ്മൾ മുസ്ലിമാണ്. ഖുർആൻ പലതവണ അർത്ഥം കൊടുത്ത ആൾക്കാരായിരിക്കും. ഖുർആൻ ക്ലാസ്സിൽ സ്ഥിരമായി വർഷങ്ങളായിട്ട് ഖുർആൻ ക്ലാസ്സിൽ പോകുന്ന ആൾക്കാരായിരിക്കും. നമ്മളെ പറ്റി പലർക്കും ആഴ്ചയിൽ ഖുർആൻ ക്ലാസ്സിന് പോകുന്ന ആളാണല്ലോ, കൊല്ലങ്ങളായിട്ട് ഖുർആൻ പഠിക്കണ്ടല്ലോ. അപ്പൊ ഖുർആനെ പറ്റി അങ്ങനെയുള്ള നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, ഖുർആനിൽ ഇല്ലാത്തത് അൻപത്തര തുടങ്ങിയാൽ ഫാത്തിഹയുടെ മേലെ ബിസ്മി എഴുതിയിട്ടുണ്ട്. ചില സൂറത്തുകളെ മുകളിൽ അവിടെ എവിടെ കാണാനല്ലോ. അപ്പൊ അറിവില്ലാത്ത ഖുർആനില്ലാത്ത സംഗതി നിങ്ങൾ എങ്ങനെ ഓടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ അടുക്കൽ എന്ത് മറുപടി അല്ലത് നമ്മൾ നമ്മളോട് ചോദിക്കുക. നമ്മളതിന് മറുപടി കണ്ടെത്താം. ഖുർആനിൽ ഇല്ലാത്തതല്ലേ അത് എന്നൊരാൾ ചോദിച്ചാൽ ഇത് ആരും ചോദിക്കൂടാന്ന് വിചാരിക്കണ്ട. കാരണം അറിയോ, ഇന്ന് പലരുടെയും അടുക്കൽ ഖുർആനുണ്ട്. ഖുർആൻ എന്ന്
ഇന്ന് ഷിയാക്കളെ കയ്യിൽ ഒരു ഖുർആനുണ്ട്. ആ ഖുർആനിൽ നമ്മളെ ഖുർആനിലുള്ള ഒന്നല്ലത്, ഒരുപാട് ആയത്തുകൾ അതിലേറുണ്ട്. അവർ പറയുന്നത് ഖുർആനിലുള്ള പലതും ഖലീഫമാരും അല്ലാഹു തആലയുടെ മുമ്പുള്ള ഖലീഫമാരും ഖുർആനിലുള്ള പലതും വെട്ടിച്ചുരുക്കിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞത്, ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഖുർആനെ പറ്റിയിട്ട് ഇത്തരം കാര്യങ്ങൾ വരുമ്പോ നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലെ മറുപടി വേണം. മറുപടി വ്യക്തമാണ്, അത് വളരെ നമുക്ക് ഒരു സംശയത്തിന് ഇടയില്ലാത്ത വിധം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പൊ ഞാൻ ചോദിക്കാതെ അവർക്കില്ലാതെ എന്ന് ചൊല്ലുന്നത് എന്താണ്, അങ്ങനെ ചൊല്ലാൻ കാര്യം ഖുർആനിൽ ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? ആ മറുപടിയാണ് നമുക്കറിയോ എന്ന് നമ്മൾ സ്വന്തത്തോട് ചോദിക്കാം. എന്ന് നമ്മൾ പഠിക്കണം. അറിയുമെങ്കിൽ അൽഹംദുലില്ലാഹ്, അറിയില്ല എങ്കിൽ ഇത് പഠിക്കാൻ നമുക്ക് ഇവിടെ എന്തെങ്കിലും അവസരം നമുക്ക് ലഭിക്കാൻ അൽഹംദുലില്ലാഹ്. എന്താണ് മറുപടി? എല്ലാവരും ഖുർആൻ പഠിക്കാം. ഖുർആനിൽ തന്നെ അതിന് മറുപടി ഉണ്ട്. ഖുർആനിലെ കൽപ്പനയാണ്. ഖുർആൻ ഓടാൻ തുടങ്ങുമ്പോൾ അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ ഖുർആനിലെ കൽപ്പനയാണ്. അത് പറഞ്ഞാൽ ഉത്തരം. അത് എവിടെ ഉള്ളത്? സൂറത്ത് നാഹിലിലെ 98-ാമത്തെ ആയത്തിൽ. ഇതിപ്പോ സൂറത്ത് നാഹിൽ, നാഹിൽ എന്ന് പറഞ്ഞാൽ 16-ാം അധ്യായം. സൂറത്ത് നാഹിൽ. സൂറത്ത് നാഹിൽ 16-ാം അധ്യായം. നാഹിൽ എന്ന് പറഞ്ഞാൽ തേനീച്ച. സൂറത്ത് നാഹിലിലെ 98-ാമത്തെ ആയത്ത് മറക്കും. ഈ നമ്പർ മറക്കരുത്. സൂറത്ത് നാഹിലിലെ 98-ാമത്തെ ആയത്ത്. ഇനി അത് നോക്കട്ടെ. فإذا قرأت فاستعذ بالله من الشيطان الرجيم. فاستعذ بالله من الشيطان الرجيم. അത് കാണാൻ പഠിക്കണം. فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. രണ്ടൊക്കെ ചൊല്ലി കാണാൻ പഠിക്കാം. فاستعذ بالله من الشيطان الرجيم. فإذا قرأت القرآن 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 فاستعذ بالله من الشيطان الرجيم. فإذا قرأت القرآن
فاستعذ بالله من الشيطان الرجيم وإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم فاستعذ بالله من الشيطان الرجيم وإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم وإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم وإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. فإذا قرأت فأقول إذا قرأت നീ ഓതിയാൽ അല്ലെങ്കിൽ നീ ഓതുകയാണെങ്കിൽ ഓതാൻ തുടങ്ങിയാൽ ആകയാൽ നീ ഓതാൻ തുടങ്ങിയാൽ ഓതുമ്പോൾ എന്ത് അടുത്ത വാക്യം നീ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ നീ ഖുർആൻ ഓതുമ്പോൾ ആ വാക്കാൽ ശ്രദ്ധിക്കട്ടെ. ഇസ്തിആദത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഊദ് ചൊല്ലിന് പറഞ്ഞോർമ്മല്ലേ? അഊദ് ചൊല്ലുക എന്ന് അറബിയിൽ പറഞ്ഞ വാക്ക് എന്താണ്? ഇസ്തിആദത്ത്. ശ്രദ്ധിക്കണം. ഇസ്തഇദ് എന്നാണ് എന്താ വാക്ക്? ഇസ്തഇദ് ഒരു അംറഫിലാണ്, കൽപ്പനക്രിയ. ഇസ്തഇദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ അഊദു എന്ന് പറയണം എന്നാണ്. എന്താണ്? നീ ഔദു എന്ന് പറയണം. ഇസ്തഇദ് എന്നത് അഊദു എന്ന് പറയാനുള്ള കൽപ്പന. ഇസ്തഇദ് എന്ന് പറഞ്ഞാൽ നീ കാവലിനെ ചോദിക്കണം, നീ രക്ഷ ചോദിക്കണം. അപ്പൊ ചോദിക്കണം എന്ന കൽപ്പന നമ്മൾ ചോദിക്കാനുള്ളതാണ്. മനസ്സിലാക്കാൻ പറഞ്ഞത്? ചോദിക്കണം എന്ന കൽപ്പന ഖുർആനിൽ പല സ്ഥലത്തുണ്ട്, പല കാര്യങ്ങൾ പറയാനുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ പറയാനുള്ളതാണ്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ നമ്മളോട് പരലോകത്തിൽ ചോദ്യം. മനസ്സിലായോ? മരിക്കുന്ന സമയത്ത് വരെ നമ്മളോട് ചോദ്യം. എന്താ ചോദ്യം? മലക്കളെ ചോദ്യം, മാതാ അൻസല റബ്ബുക്കുന്ന, നിന്റെ റബ്ബ് നിനക്ക് എന്താണ് ഇറക്കി തന്നത്? കാലു അവര് പറയും ഖൈറ എന്ന് പറയുന്ന. ഇത് പറയാൻ നമുക്ക് പറ്റുമോ? ശ്രദ്ധിച്ചു കേൾക്കി. അതായത് നല്ല മനുഷ്യന്മാരെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും പൊരുത്തത്തിനുമായി മരിക്കുന്ന ആളുകൾ, ജീവിച്ച ആളുകൾ മരിക്കുന്ന സമയത്ത് മലായികത്തുകൾ വന്നിട്ട് പറയും സലാമുൻ അലൈക്കും എന്ന് പറയും. നല്ല മനുഷ്യന്മാരുടെ ആത്മാവിനെ പിടിക്കാൻ തന്നെ മലക്കുകൾ അവരോട് സലാം പറഞ്ഞ് സന്തോഷവാർത്ത അറിയിച്ച് അവരെ മരിപ്പിക്കും. ആ ആയത്തിന് തൊട്ട് മുമ്പ് അള്ളാഹു തആല പറയുന്നുണ്ട്, രണ്ടായത്തിന് മുമ്പില് അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിക്കാതെ തോന്നിയ പോലെ അങ്ങനെ ജീവിച്ച് മരിച്ചുള്ള ആൾക്കാരെ പറ്റി പറയുന്നത്, അവർക്ക് ഉണ്ടാകുന്ന അവസ്ഥ പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ്, നല്ല മനുഷ്യന്മാര് അവരോട് ചോദിക്കാണ്, എന്താണ് നിന്റെ റബ്ബ് നിങ്ങൾക്ക് ഇറക്കി തന്നതെന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ അവര് പറയും കാലു ഖൈറ എന്ന് പറയും. ഖൈറാണ് ഞങ്ങൾക്ക് ഇറക്കി തന്നത് എന്ന്. അള്ളാഹു ഇറക്കി തന്ന സാധനം ഏതാ? ഖുർആനാണ്. ഇത് ഖുർആൻ ഖൈറാണ് ഇറക്കി തന്നതെന്ന് പറയണമെങ്കിൽ അത് ഖൈറാണെന്ന് ബോധ്യപ്പെടണ്ടേ? എപ്പോഴാ ഖൈറാകാൻ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കലാണ് ഖൈർ. അപ്പൊ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ മരിക്കുന്ന സമയത്ത് മലക്കളെ ചോദിക്കല് ഖൈറാണ് ഇറക്കി തന്നെന്ന് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ചോദ്യം ഉണ്ടാവും. പല ആൾക്കാരും ആദ്യമായിട്ട് കേൾക്കണമായിരുന്നു പറയുമ്പോൾ കേൾക്കരുത്. ഇത് ഖുർആനിലെ ആയത്താ ഞാൻ പറഞ്ഞത്. കാലോ ഖൈറ എന്ന് മറുപടി നമ്മൾ പറയണമെങ്കിൽ നമുക്കത് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പൊ ജീവിതത്തിൽ പല ഖുർആനിലെ പല കാര്യങ്ങളും നമ്മളോട് പറയാനുണ്ട്. അത് പറയണം എന്ന് പറഞ്ഞാൽ തന്നെ മറുപടി പറയാനുണ്ട്. അത് നമ്മൾ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. സ്വഹാബികൾ പറഞ്ഞിട്ടുണ്ട്, നബിസ്വല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് നമ്മൾ പറയണം, എങ്കിൽ മാത്രമേ നമുക്കും അതിനോടുള്ള ബാധ്യത നിർവഹിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ അഊദു എന്ന്
പറയണം. ഇസ്തഈദ് നമ്മൾ ആയത്താ പഠിക്കുന്നത്. ഇസ്തഈദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നീ അഊദു എന്ന് പറയണം. അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ കാവലിനെ ചോദിക്കുന്നു. ഇസ്തഈദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നീ കാവലിനെ ചോദിക്കുന്ന. മനസ്സിലാണോ പറഞ്ഞേ? ഫൈദാ ഖറഅതൽ ഖുർആൻ, നീ ഖുർആൻ ഓതുമ്പോ ഫസ്തഈദ്, നീ കാവലിനെ ചോദിക്കണം, രക്ഷ ചോദിക്കണം എന്ന് പറഞ്ഞാൽ അഊദു എന്ന് നീ പറയണം. എന്താ അഊദു എന്ന് പറഞ്ഞാൽ? ഞാൻ രക്ഷ ചോദിക്കുന്നു. രക്ഷ ചോദിക്കണം എന്ന് അല്ലാഹ് പറഞ്ഞാൽ നമ്മൾ അതിന് ജവാബ് പറയണ്ടേ, മറുപടി പറയണ്ടേ? അതിന്റെ മറുപടിയാണെന്ത്? അഊദു, ഞാൻ രക്ഷ ചോദിക്കുന്നു. ഫസ്തഈദ് എന്നതിന്റെ അല്ലാഹ് ഈ ആയത്തിൽ സൂറത്തുൽ നഹ്ലിലെ 98ാമത്തെ ആയത്തിൽ നമ്മൾ ഒരു കൽപ്പന പറയണം. ആ കൽപ്പന പ്രാവർത്തികമാക്കിയതിന്റെ രൂപമാണ് എങ്ങനെ? അഊദു. മനസ്സിലായി പറഞ്ഞേ? ഇനി ബാക്കി വായിക്കും. ഫസ്തഈദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ആട്ടിയോടിക്കപ്പെട്ട ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് അല്ലാഹുവിനോട് നീ രക്ഷ ചോദിക്കണം. അപ്പൊ നമ്മൾ മറുപടി എങ്ങനെ പറയാം? ആട്ടിയോടിക്കപ്പെട്ട ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറയണം. അതാ കൽപ്പന. അപ്പൊ അത് അതിന് മറുപടിയാണ് എങ്ങനെ പറയാ? അഊദു ബില്ലാഹി. ഈ ഫസ്തഈദിന് ശേഷമുള്ള വായിച്ചാൽ ഈ ഫസ്തഈദിന് ശേഷമുള്ള വായിക്കും. അതെ കണ്ടോ? ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. കിട്ടില്ലേ? അപ്പൊ ഇവിടെ അഊദു മുന്നിൽ ചേർത്തു. അഊദു കണ്ടോ? അപ്പൊ എന്തായി? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അപ്പൊ മനസ്സിലായില്ലേ? ഇതിന് മറക്കരുത്. അവ ഖുർആൻ ഓതുമ്പോ അഊദു ചൊല്ലാനുള്ള തെളിവെന്താണ്? സൂറത്തുൽ നഹ്ലിലെ 98ാമത്തെ ആയത്തിൽ അല്ലാഹ് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ചൊല്ലാൻ കൽപ്പിക്കുന്നുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഏതാണ് ആയത്ത്? കാണുന്നുണ്ട്. ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ആദ്യമായിട്ട് കാണാതെ പഠിക്കേണ്ട ആയത്ത്. ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم എന്ന് ചൊല്ലാനുള്ള തെളിവ് സൂറത്തുൽ നഹ്ലിലെ 98ാമത്തെ ആയത്താണ്. ആയത്തിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അപ്പൊ അഊദു ചൊല്ലുക എന്നതിന്റെ അർത്ഥം എന്താണ്? ഇസ്തിആദത്ത്. എന്താണ് ഇസ്തിആദത്ത്? മനസ്സിലാക്കുക, മറക്കരുത്. ഇസ്തിആദത്ത്. ഇനി ഇതിന്റെ ചെറിയൊരു വിവരണം എന്നും നമ്മളെ മനസ്സിൽ നിൽക്കാൻ പറ്റിയ രൂപത്തിൽ ഒരു ചെറിയൊരു വിവരണം പറയാം. കാരണം ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നതിന്റെ ആശയമാണ് ഖുർആനിലെ ബഹുഭൂരിപക്ഷവും അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ നമുക്ക് നൽകുന്ന വിജ്ഞാനം, അറിവ് പ്രധാനമായി രണ്ട് ഭാഗത്ത് തിരിക്കാം. ഒന്ന് മഅരിഫത്തുല്ലാഹ്, അല്ലാഹനെ മനസ്സിലാക്കുക, അല്ലാഹുവിനെ മനസ്സിലാക്കുക. രണ്ടാമത്തേത് ശൈത്താനിനെ തിരിച്ചറിയുക. ശൈത്താനിനെ തിരിച്ചറിയുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഖുർആനിലെ വിജ്ഞാനങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗം. ഇതിൽ ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നത് ശൈത്താനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഒരു ക്ലാസ്സിലല്ല, 10 ക്ലാസ്സിലല്ല, മണിക്കൂറുകളോളം പറഞ്ഞാൽ ഇത് തീരൂല. പക്ഷെ നമുക്ക് അങ്ങനെ പറഞ്ഞു പോയാൽ ഇവിടെ നമുക്ക് യാസീനിലേക്ക് പെട്ടെന്ന് കടക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ അനിവാര്യമായും നമ്മൾ അറിയേണ്ട ഒരു ചെറിയൊരു വിശദീകരണം മാത്രം പറയണം. ശ്രദ്ധിച്ചിട്ടില്ല. എന്താണ് വിശദീകരണം പറഞ്ഞാൽ? ഒന്നാമതായി നമ്മൾ ആരിൽ നിന്നാണ് രക്ഷ ചോദിച്ചത്? ശൈത്താനിൽ നിന്നാണ്. ഇത് എപ്പോ ചോദിക്കാനാ പറഞ്ഞത്? ഖുർആൻ ഓതുമ്പോൾ അല്ലെ? ഫൈദാ ഖറഅതൽ ഖുർആൻ. ഇതിന് ഇങ്ങനെ പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കാണ്. ശൈത്താനിന് ഏറ്റവും ദേഷ്യമുള്ള വെറുപ്പുള്ള കാര്യമാണ് നമ്മൾ ഖുർആനുമായി ബന്ധപ്പെടുന്നത്. ഖുർആൻ നമ്മളെ കയ്യിലെടുക്കുന്നതും ഖുർആൻ ഓതുന്നതും ഖുർആനെ പറ്റി ചിന്തിക്കുന്നതും ശൈത്താനിന് ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണ്. കാരണം ഖുർആനുമായി നമ്മൾ എങ്ങനെ ബന്ധപ്പെട്ടാലും നമ്മൾ അല്ലാഹുവുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അത് ശൈത്താൻ ഇഷ്ടപ്പെടില്ല.
നമ്മളെ തട്ടി തിരിച്ചു കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു പണി ശൈത്താൻ എടുത്തുകൊണ്ടേയിരിക്കും. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ കല്ലിൽ കൊത്തി വെക്കുന്ന പോലെ കൊത്തി വെച്ചത് കാരണം ഇത് ആവശ്യമില്ല. എന്താണ് നിങ്ങൾ ഈ കാര്യം ആത്മാർത്ഥമായി ഒരു നീയത്ത് വെച്ചിട്ട് ഖുർആൻ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി നോക്കി. എന്തെങ്കിലും ഒരു ഭൗതികമായ തിരക്ക് നിങ്ങൾക്ക് ശൈത്താൻ ഉണ്ടാകും. ആ ദിവസം ഒരു തിരക്ക് വരും, ആ ദിവസം ഒരു പ്രതിസന്ധി വരും, ആ ദിവസം ഒരു തടസ്സം ശൈത്താൻ ഉണ്ടാകും. എന്നിട്ട് ആ പോയ കാര്യം നമ്മളെ എന്തെങ്കിലും സഹിക്കാൻ കഴിയാത്ത രോഗമായിട്ട് ബന്ധപ്പെട്ടതോ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടതോ ഇതൊന്നും ആകൂല. മറിച്ച് വേണമെങ്കിൽ നമുക്കത് ഒഴിവാക്കിയാൽ വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യമായിരുന്നു. എന്നാലും നമ്മളെ മനസ്സ് അങ്ങനത്തെ പോവുക, നമ്മൾ അതിലേക്കാ പോവുക. ഇത് വേണ്ടെന്ന്. അതുകൊണ്ട് നമ്മൾ ഈ സൂറത്ത് യാസീൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ അഊദുബില്ലാഹി ശൈത്താനിർ റജീം നമ്മൾ ചൊല്ലി തുടങ്ങുന്നതിന് പ്രധാനമായ ചില ഉദ്ദേശങ്ങളുണ്ട്. അത് അള്ളാഹ് പറഞ്ഞ ഉദ്ദേശം തന്നെയാണ്. ഇത് പൂർത്തിയായി കിട്ടണം. ഞാൻ ചെറിയൊരു അനുഭവം പറയാം. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുന്നത് പിന്നെ 9:30 ട്രെയിനാണ് ഞാൻ കരിപ്പൂരിൽ പോയിരുന്നത്. ഇന്നലെ മഗ്‌രിബിന് ശേഷം നമ്മുടെ തിരുരങ്ങാടി എല്ലാവരും പറയാം, തിരുരങ്ങാടിക്ക് അടുത്ത് ചെറുമുക്ക് നമസ്കാരം, അവിടെ 3 കൊല്ലം മുമ്പാണ് സൂറത്ത് യാസീൻ നമ്മൾ തുടങ്ങിയത്. 3 കൊല്ലം മുമ്പ് സൂറത്ത് യാസീൻ തുടങ്ങി. ഇന്നലെ സൂറത്ത് യാസീനിലെ അവസാനത്തെ ആയത്ത് പഠിച്ച് ആ അവസാനത്തെ ആയത്തിൽ ഒരു ജവാബുണ്ട്. സൂറത്ത് യാസീനിലെ അവസാനത്തെ ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ട റുക്കൂഇലും ഇഅ്തിദാലിലും സുജൂദിലും പറയേണ്ട സ്വഹാബികൾ പറഞ്ഞിരുന്ന റസൂൽ പറഞ്ഞതായി സ്വഹാബികൾ കണ്ട ഒരു ദിക്ർ, അതിന്റെ ജവാബായിട്ട് അവസാനത്തെ ആയത്തിന്റെ സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ എന്ന ആയത്ത്, ആ ആയത്ത് ഇറങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി റസൂൽ പറഞ്ഞത് രാത്രി നമസ്കാരങ്ങളിൽ റുക്കൂല് പറഞ്ഞിട്ടുണ്ട്, സുജൂദിൽ പറഞ്ഞിട്ടുണ്ട്, ഇഅ്തിദാലിൽ പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ചിട്ട് ഇന്നലെ ആ ക്ലാസ് സൂറത്ത് യാസീൻ ഇന്നലെ തീർത്തിട്ടാണ് ഞാൻ ഇന്നലെ വിമാനക്കാരി പോകുന്നത്. എനിക്കുണ്ടായ അനുഭവം പറയുന്നത്, ഇന്നലെ അവസാനത്തെ ക്ലാസ് ഞാൻ അവരോട് ചോദിച്ചു, പിന്നെ നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയത് എത്രയായി? അപ്പൊ അതിൽ ഇതേപോലെ തന്നെ പിന്നെ ഒരുപാട് ഒരു വീട്ടിന്റെ പിന്നെ ഒരു മുറ്റത്താണ് ക്ലാസ്, വിശാലമായ മുറ്റത്ത് അദ്ദേഹം ഒരു വീട്ടുടമസ്ഥൻ അദ്ദേഹം ഒരു ഷെഡൊക്കെ കെട്ടി നമുക്ക് എല്ലാ സൗകര്യം ചെയ്തിരുന്നതാണ്. അവിടെ ഇതേപോലെ തന്നെ ഡെറ്റും ഡെസ്കൊക്കെ ഇട്ടിട്ടാണ് ആളുകൾ 200 കണക്കിന് ആൾക്കാർ വരുന്ന ക്ലാസ്സാണ്. അപ്പൊ അവരെ നോക്കിയിട്ട് അവര് ആദ്യ ക്ലാസ് തുടങ്ങിയ ഡേറ്റ് അവർ എഴുതിച്ചിട്ടുണ്ട്. ആദ്യം തുടങ്ങിയ ക്ലാസ് ഡേറ്റ് എഴുതിച്ചിട്ട് അവർ പറഞ്ഞു 3 കൊല്ലത്തിന് 2.25 കൊല്ലത്തിന് 3 കൊല്ലത്തിന് അടുത്തായി എന്നാണ് അവർ പറഞ്ഞത്. 3 കൊല്ലത്തിന് അടുത്തായി തുടങ്ങിയിട്ട് സൂറത്ത് യാസീൻ തുടങ്ങിയിട്ട്. ആ സൂറത്ത് യാസീനിലെ മുഴുവൻ ആയത്തുകൾ എത്ര ആയത്തിന്റെ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് യാസീനിൽ എത്ര ആയത്തിന്റെ പറഞ്ഞത് പറഞ്ഞില്ലേ? കഴിഞ്ഞ ക്ലാസ് 86 83 എത്ര ആയത്താണ് സൂറത്ത് യാസീനുള്ളത്? 83 ആയത്ത് പഠിച്ച് 83 ആയത്ത് കാണാതെ പഠിച്ച് 83 ആയത്തല്ല 3 കൊല്ലം കൊണ്ട് പഠിച്ചേട്ടോ. 3 കൊല്ലം കൊണ്ട് 83 ആയത്തല്ല പഠിച്ചത്. ഓരോ ആയത്തിന്റെയും വിശദീകരണമായി വേറെ 100 കണക്കിന് ആയത്ത് പഠിച്ചിട്ടാണ് പോണത്. അതിന്റെ കൂടെ നിരവധി പ്രാർത്ഥനകൾ, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ കാണാതെ പഠിച്ചിട്ടാണ് പോണത്. അപ്പൊ ഇന്നലെ അവസാനം പിന്നെ അവരുടെ ഡേറ്റ് ഒക്കെ പറഞ്ഞു, ഇനി അടുത്ത സൂറത്ത് ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചു. അടുത്ത ആഴ്ച തുടങ്ങേണ്ട സൂറത്ത്. അപ്പൊ അവരെല്ലാവരും പറഞ്ഞു സൂറത്ത് അൽ-കഹ്ഫ് തുടങ്ങണം, വെള്ളിയാഴ്ച തുടങ്ങുന്ന സൂറത്താണ്. അൽ-കഹ്ഫിന്റെ അർത്ഥം വ്യാപ്തി പഠിക്കുന്ന അൽ-കഹ്ഫ് അടുത്ത ആഴ്ച അൽ-കഹ്ഫ് തുടങ്ങാൻ പറഞ്ഞു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പല ആളുകളുടെയും മുഖത്ത് ഞാൻ കണ്ടത് വല്ലാത്ത അവസാനമാണ്. ഒരു പ്രാർത്ഥനയോട് കൂടി ഖുർആൻ ആ സൂറത്ത് പഠിച്ച് അവസാനിപ്പിക്കുന്ന സമയത്ത് അവര് വല്ലാത്തൊരു ഒരു അവസ്ഥയിൽ ഒരു പ്രാർത്ഥനയോട് കൂടി ഞാൻ ക്ലാസ് അവസാനിപ്പിച്ച പലരുടെയും കണ്ണിൽ നിറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു വല്ലാത്ത ജീവിതത്തിലെ വല്ലാത്തൊരു പിന്നെ ഒരു അനുഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സൂറത്ത് മുഴുവനായിട്ട് പഠിച്ച് തീർക്കുകയാണ്. കാണാതെ പഠിച്ചതിന്റെ അർത്ഥം പഠിച്ച് അവിടെ നോട്ട് പുസ്തകത്തിൽ അതിനെ പഠിച്ച കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അത് പഠിച്ച് തീർക്കുകയാണ്. അതിന് വല്ലാത്തൊരു തോൽവി കിട്ടിയത്. അതിൽ ആദ്യത്തെ 2-3 ക്ലാസ്സിൽ വന്നിട്ട് പോയ ആൾക്കാരുണ്ട്. ആദ്യത്തെ 2-3 ക്ലാസ്സിലൊക്കെ വന്നിട്ട് നിർത്തിയ ആൾക്കാരുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ മുഴുവൻ ക്ലാസ്സിനും വന്ന ആൾക്കാരുണ്ട്. ഇടയ്ക്ക് പകുതി വെച്ച് നിർത്തിപ്പോയ ആൾക്കാരുണ്ട്. പിന്നെ ചില പ്രവാസികളായ ആളുകൾ ഇടയ്ക്ക് വരുന്നവരും പോകുന്നവരുമായ കുറെ ആൾക്കാർ വേറെ ഉണ്ട്. ഇങ്ങനെ പല രൂപത്തിലുള്ളവരാണ്. പക്ഷേ
അതിൽ തുടങ്ങിയിട്ട് നിർത്തിപ്പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടം അതായിരിക്കും. സൗകര്യങ്ങൾ തിരിച്ചു കിട്ടാത്ത ഒന്നാണ്. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു കിട്ടൂല. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഇതിപ്പോ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ ക്ലാസ് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആളുകൾ ഇത് നൂറുകണക്കിന് ആൾക്കാർ പഠിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയായിരുന്നാലും ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ട്, ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് അധ്യാപകന്റെ മുന്നിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു ഗുണം നമുക്ക് അതുകൊണ്ട് ഈ മറ്റുള്ള കേൾവി കൊണ്ടുപോകാൻ കഴിഞ്ഞ ക്ലാസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കേട്ടതുകൊണ്ട് നമുക്ക് കിട്ടുക. നമുക്ക് പലപ്പോഴും അത് പറയാനല്ലാതെ സത്യസന്ധമായി ചിലപ്പോൾ അതിന് സമയം കിട്ടാറില്ല, നമ്മളെ മെനക്കെടാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ അഊദുബില്ലാഹി ശൈത്താനിർ റജീം പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞത്, ഇതിന് തടസ്സങ്ങൾ നീങ്ങി കിട്ടണം. തടസ്സങ്ങൾ നീങ്ങി കിട്ടണമെങ്കിൽ റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മൾ ശൈത്താനിൽ നിന്ന് രക്ഷ ചോദിച്ചേ പറ്റുള്ളൂ. അത് പ്രാർത്ഥനയാണ്. അഊദുബില്ലാഹി ശൈത്താനിർ റജീം എന്നത് ഒരു വലിയ പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. അപ്പൊ എന്തിനാണ് ഇത് ഇത് ഖുർആൻ തുടങ്ങുമ്പോൾ ആരിൽ നിന്നാണ് രക്ഷ ചോദിക്കുന്നത്? ശൈത്താനിൽ നിന്നാണ് അല്ലെ? ശരി, എങ്കിൽ ഇതിന്റെ അടുത്ത ചോദ്യം, ഒരു വസ്തുവിൽ നിന്ന് രക്ഷ ചോദിക്കുമ്പോൾ ആത്മാർത്ഥമായി ചോദിക്കണമെങ്കിൽ എന്ത് വേണം? അതെന്താന്ന് അറിയണ്ടേ? അതെങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കാൻ അറിയണ്ടേ? നമ്മൾ എങ്ങനെയാണ് ഒരു കാവലിനെ ചോദിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന സംഗതി ആയതുകൊണ്ടല്ലേ അല്ലെ? അത് ആദ്യം പഠിച്ചാൽ മതി. ശൈത്താനെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും തോന്നൽ ഉണ്ടാക്കുള്ളൂ എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ, നമ്മൾ ശരിക്കും നമുക്ക് അത് നമ്മുടെ ബുദ്ധിയോട് ചിന്തിക്കാം. എന്ത് എന്തോ ഒരു ഉപദ്രവം നമുക്ക് ഉണ്ടാക്കുന്ന സാധനം ആയതുകൊണ്ടല്ലേ രക്ഷ ചോദിക്കണത്? അല്ലെങ്കിൽ രക്ഷ ചോദിക്കണം? ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എങ്കിൽ മനസ്സിൽ തട്ടി ചോദിക്കണമെങ്കിൽ ശൈത്താൻ എന്താണ് എന്ന് നന്നായി നമ്മൾ അറിയണം. എന്താണ് ശൈത്താൻ? ഇനി നിങ്ങൾ മറുപടി ആരും പറയണ്ട. ശൈത്താൻ എന്താണെന്ന് ഖുർആനിൽ നിന്ന് ഞങ്ങൾ പറയാൻ പോകും. ഖുർആനിൽ നിന്ന് ശൈത്താൻ എന്താണെന്ന് പറയുമ്പോ ഇങ്ങനെ ഒരു അറിവ് ശൈത്താനെ പറ്റി നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ എന്ന് സ്വയം ചോദിക്കണം. ഞാൻ ഖുർആൻ മാത്രം പറഞ്ഞു, ഖുർആൻ നമ്മൾ ആയത്തൊക്കെ പറഞ്ഞു, ഖുർആൻ മാത്രം പറഞ്ഞു. ശൈത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് ഇപ്പുള്ള അറിവ് നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തരം പറഞ്ഞോളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിക്കുമ്പോ അതെന്നായിരുന്നോ എന്നുള്ളത് പറയണം. ശരി, അപ്പൊ ശൈത്താൻ എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് ആണ് എന്ന് പറഞ്ഞാൽ ഉത്തരല്ല. ശൈത്താൻ എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് ആണ് എന്ന് പറഞ്ഞാൽ ഉത്തരം പൂർണ്ണല്ല. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ കാന മിനൽ ജിന്നി. ഏതാ സൂറത്ത്? എല്ലാ വെള്ളിയാഴ്ചയുള്ള സൂറത്താ അൽ കഹ്ഫ്. ഇബ്ലീസ് കാന മിനൽ ജിന്നി. ഇബ്ലീസ് ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരുത്തനാണ്. ജിന്ന് വർഗത്തിൽപ്പെട്ട മനുഷ്യവർഗം പോലെ ഒരുപാട് കബീലകളും ഗോത്രങ്ങളും ഒക്കെയുള്ള ഒരു വലിയ വിഭാഗമാണ് ജിന്ന്. മക്കളുണ്ട്, സന്താനങ്ങളുണ്ട്, ഒക്കെ വളർച്ചയുള്ള ഒരു വിഭാഗമാണ് ജിന്ന് വർഗം എന്ന് പറയുന്നത്. ആ ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരുത്തന്റെ പേരാണ് ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരുത്തന്റെ പേരാണ് ഇബ്ലീസ്. ആ ഇബ്ലീസിന്റെ പ്രത്യേകത, രണ്ട് പ്രത്യേകത. ഒന്ന്, ഇബ്ലീസ് ശപിക്കപ്പെട്ടവനാകുന്നതിന് മുമ്പ് ഇബ്ലീസ് എന്ന ജിന്നിനെ അള്ളാഹു തആല സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് മലക്കളെ കൂട്ടത്തിലാണ്. ആരുടെ കൂട്ടത്തിലാണ്? മലക്കളെ കൂട്ടത്തിൽ. ഇബ്ലീസ് മലക്കല്ല, മലക്കളെ കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് മലക്കുകളോട് ആദം നബിയെ പടച്ചിട്ട്, ആദം നബിയെ പടച്ച് നമ്മുടെ വാപ്പാനെ പടച്ചതിന് ശേഷം മനുഷ്യവർഗം ഭൂമിയിൽ ഇല്ലാന്ന് ആദ്യമായി മനുഷ്യവർഗത്തെ പടച്ചതിന് ശേഷം അള്ളാഹ് പറഞ്ഞു മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ആ സുജൂദ് ഇബാദത്തിന്റെ സുജൂദല്ല, ആ സുജൂദ് ഇബാദത്തിന്റെ സുജൂദല്ല, ആദരവിന്റെ സുജൂദാണ്. സുജൂദാണ്. ആ സുജൂദ് ചെയ്യാൻ വേണ്ടി ആര് പറഞ്ഞു? അള്ളാഹു പറഞ്ഞു.
അപ്പൊ ആ കൂട്ടത്തിൽ ആരുണ്ട്? മലക്കളുടെ കൂട്ടത്തിൽ ഇബ്ലീസ് വരെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഇബ്ലീസിനോട് ബാധകമായിരുന്നു. പക്ഷെ എല്ലാവരും ചെയ്തു, മലക്കളൊക്കെ ചെയ്തു, ആരും ചെയ്തില്ല? ഇബ്ലീസ് ചെയ്തില്ല. ഇബ്ലീസ് ന്യായങ്ങൾ പറഞ്ഞു. വേറെ നമുക്ക് അറിയാവുന്ന വിഷയമാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇബ്ലീസ് ശപിക്കപ്പെടുന്ന മുമ്പ് അള്ളാഹ് ഇബ്ലീസിനെ ആദരിച്ച് ബഹുമാനിച്ച് ഇബ്ലീസിനെ മലക്കളുടെ കൂട്ടത്തിലാണ് സ്ഥാനം കൊടുത്തത്. മലക്കളുടെ കൂട്ടത്തിലായിരുന്നു ആരുണ്ടായിരുന്നത്? ജിന്ന് എന്ന ഇബ്ലീസ് ഉണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇബ്ലീസ് എന്ന ജിന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ പോലെ ജനിക്കുന്നു, മരിക്കുന്നു. മുസ്ലിം ഉണ്ട്, കാഫിറുണ്ട്. മനസ്സിലാക്കിട്ടോ? മുസ്ലിം ഉണ്ട്, കാഫിറുണ്ട്. ജിന്നുകളുടെ കൂട്ടത്തില് ജനിക്കുന്നുണ്ട്, ജിന്നുകൾ മരിക്കുന്നുണ്ട്, മനുഷ്യന്മാരെ പോലെ തന്നെ ഭൂമിയിൽ. എന്നാൽ ഇബ്ലീസ് എന്ന ജിന്ന് മരിക്കൂല. ഖിയാമത്ത് നാൾ വരെ ആയുസ് നീട്ടി കൊടുത്തവരാണ് ആര്? ഇബ്ലീസ് എന്ന ജിന്നാണ്. ഇബ്ലീസിന്റെ വേറൊരു പ്രത്യേകത. ഇത് ഖുർആനിലാണ്. ഖിയാമത്ത് നാൾ വരെ ആർക്ക് ആയുസ് നീട്ടി കൊടുത്തിട്ടുണ്ട്? ഇബ്ലീസിന് ആയുസ് നീട്ടി കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ്? ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യന്മാർക്കുള്ള പരീക്ഷണമായിട്ടാണ്. ആർക്കുള്ള പരീക്ഷണം? ഈ പറയുന്ന കാര്യം കൃത്യമായി കേട്ട് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇതിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇത് ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. അവിടെ ഇവിടെ കുറച്ച് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. മുഴുവൻ ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രദ്ധിച്ചു കേട്ടാൽ കഴിഞ്ഞാൽ ആശയക്കുഴപ്പമുണ്ടാകില്ല. ഒരു തർക്കമില്ലാത്ത വിധം ഖുർആനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തരുത്. വെറുതെ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു പോകുന്നല്ല, ഖുർആനിലെ ആയത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരും. അപ്പൊ പറഞ്ഞ കാര്യമാണ്, ഇബ്ലീസ് ഖിയാമത്ത് നാൾ വരെ ഉണ്ട്. ഇബ്ലീസ് ഉണ്ടാവും. ഈ ഇബ്ലീസിന്റെ ഇബ്ലീസ് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ശൈത്താൻ എന്താണ്? എന്താ പഠിക്കണത്? ശൈത്താൻ എന്താണ് പഠിക്കുന്നത്? നമ്മൾ ശൈത്താനിൽ നിന്ന് രക്ഷ ചോദിക്കണത്. അപ്പൊ ശൈത്താൻ എന്താ പറയുന്നത്? ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരുത്തന്റെ പേര്. ഇനി ഞാൻ ശൈത്താൻ എന്താന്ന് പറയാൻ പോകും. ഇബ്ലീസിന്റെ കബീര എന്താ പറയുക? ഇബ്ലീസിന്റെ കബീര എന്ന് പറഞ്ഞ ഗോത്രം. എന്താ കബീര? ഗോത്രം. ഇബ്ലീസിന്റെ ദുര്യത്ത് എന്താണ്? ഇബ്ലീസിന്റെ ദുര്യത്തുള്ള സന്താനങ്ങൾ. സന്താനം ദുര്യത്ത്. ഇബ്ലീസിന്റെ ഹിസ്ബ്. ഹിസ്ബ് എന്ന പാർട്ടി. ഹിസ്ബുൽ മുജാഹിദീൻ ഉണ്ടാവും. ഹിസ്ബ് എന്ന പാർട്ടി, ഇബ്ലീസിന്റെ പാർട്ടി. ഇബ്ലീസിന്റെ ജുനൂദ്. ജുനൂദ് എന്ന സൈന്യം. എന്താണ്? സൈന്യം. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കുക. അവിടെ നോക്കാം. ഇത് ഞാൻ പറയുമ്പോ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ചെയ്താൽ ഞാൻ സമയം തരാം. പറയുമ്പോ എഴുതാം. നിങ്ങളിപ്പോ ഇത് പഠിച്ചു വെച്ചിട്ട് നമ്മൾ എഴുതിട്ടോ, എഴുതി വെച്ചാൽ മതി. മറക്കാതിരിക്കാൻ വെറുതെ പഠിക്കുക. പിന്നെ പഠിച്ചത് മറക്കാതിരിക്കാൻ നമ്മളൊന്ന് നോട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. വെറുതെ പഠിച്ചു പോകും. അതാണ് ഈ ക്ലാസിന്റെ ഉദ്ദേശം. ഇബ്ലീസിന്റെ കബീല പറയട്ടെ. ഇബ്ലീസിന്റെ കബീല എന്ന് പറഞ്ഞ ഗോത്രം. ഇത് ഖുർആനിലെ വാക്കാണ്. ഗോത്രം. എന്താണ്? ഗോത്രം. ഇബ്ലീസിന്റെ ദുര്യത്ത്. എന്താണ്? പറയോ? ദുര്യത്തുള്ള സന്താനങ്ങൾ. ഇബ്ലീസിന്റെ ഹിസ്ബ്. എന്താണ്? ഹിസ്ബ് എന്ന പാർട്ടി. ഇബ്ലീസിന്റെ ജുനൂദ്. എന്താണ്? ജുനൂദ് എന്നാൽ സൈന്യം. എന്താണ്? സൈന്യം. ജുനൂദ്. ഇതാണ് ശൈത്താൻ. ഖുർആനിലെ ഈ വാക്ക് 70 തവണ ഉണ്ട്. ഇതിന്റെ ബഹുവചനമാണ് ഷയാത്തീൻ. ഇത് ഖുർആനിൽ 17 വട്ടമുണ്ട്. ടോട്ടൽ 88 തവണ ഖുർആനിൽ വന്ന വാക്കാണ്. ഷൈത്താൻ എന്ന് 70, ഷയാത്തീൻ എന്ന് ഇതിന്റെ ഷൈത്താന്റെ ബഹുവചനം. ഷൈത്താൻമാർ അത് 17 അല്ല 18. സോറി. അപ്പൊ അങ്ങനെ ടോട്ടൽ 88 തവണ ഖുർആനിൽ വന്നതാണ്. 88 തവണ ഷൈത്താൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ഷൈത്താൻ എന്ന് പറഞ്ഞാൽ? പറയും. ഇബ്ലീസിന്റെ കബീല, ദുര്യത്ത്,
ഇബ്ലീസിന്റെ ദുരിയത്ത്, ഇബ്ലീസിന്റെ ഹിസ്ബ്, ഹിസ്ബ്, ഇബ്ലീസിന്റെ ജുനൂദ്. ഇബ്ലീസിന്റെ ജുനൂദ്. ഇതിനെ പറഞ്ഞ പേരാണെന്ത്? ശൈത്വാൻ. ശൈത്വാൻ, ശയാത്തീൻ. ഇങ്ങനെ ശൈത്താനെ പറ്റിയുള്ള ഒരു അറിവുകൾക്ക് ഉണ്ടായിരുന്നോ? ഓരോരുത്തരും സ്വന്തം മനസ്സിലാക്കി ചോദിക്കാം. ശൈത്താനെ പറ്റി ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരുന്നോ? മനസ്സിലാക്കി വെച്ചിരുന്നോ? എങ്കിൽ ഇത് ഖുർആനാണ്. ഇത് ഖുർആൻ നമ്മൾ എഴുതിക്കോളൂ. ഖുർആനിൽ അള്ളാഹു ഇതിൽ ഖദീറയെ കുറിച്ച് പറയുന്നത് നമ്മൾ നേരെ നമുക്ക് പിന്നീട് പരിശോധിക്കാം. സൂറത്ത് അറാഫ് അഥവാ 7-ാം അധ്യായം, 7-ാം അധ്യായത്തിലെ 27-ാമത്തെ ആയത്തിലാണ് പറഞ്ഞത്. വേറെ ഉണ്ട്, ഒന്ന് മാത്രം ഞാൻ എഴുതാം. പിന്നെ ദുരിയത്ത് സന്താനങ്ങളെ പറ്റി പറയുന്നത് അൽ-കൗഫിലാണ്. 18-ൽ 50, 18-ൽ 50. പിന്നെ ഹിസ്ബിനെ പറ്റി പറയുന്നത് 35, 35-ാം അധ്യായത്തിലെ 6-ാമത്തെ ആയത്തിലാണ്. ജുനൂദിനെ പറ്റി പറയുന്നത് 26-ൽ 95. ഇബ്ലീസ് ജിന്നിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞ ആയത്ത് അതെ. പിന്നെ അൽ-കഹ്ഫിൽ, അൽ-കഹ്ഫിലാണ് ആയത്ത്. അൽ-കഹ്ഫിലെ 50-ാമത്തെ ആയത്ത്. വൈദ ഖുൽനാലിൽ മലായികത്തു തസ്ജുദു ലിആദമ ഫസ്ജുദു ഇല്ലാ ഇബ്ലീസ കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി വയത്തഖിദു ദുർരിയ്യതഹു ഔലിയാഅ മിൻ ദൂനി വഹും ലഹും അദുവ്വുൻ ബിഇസ്രിൽ ളാലിമിന ബദലാ. ഹിസ്ബിനെ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞു എങ്ങനെ? ഹിസ്ബിനെ എന്താ മലയാളത്തിൽ പറഞ്ഞു? ഹിസ്ബ് എന്ന പാർട്ടി, പാർട്ടി ജുനൂദ് സൈന്യം, ജുനൂദ് സൈന്യം. ദുരിയത്ത് സന്താനങ്ങൾ, കബീല, കബീല ഗോത്രം. എഴുതോ വായിക്കട്ടെ? എഴുതില്ലേ? അപ്പോ ശൈത്താൻ എന്താണ് എന്നപ്പോ മനസ്സിലായി. ശൈത്താൻ എന്താണ് എന്ന് മനസ്സിലായി. ഇനി ശൈത്താനിനെ സംബന്ധിച്ച് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ ചില പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങൾ ഒന്ന് പഠിക്കാൻ വെറുതെ ഒന്ന് പറയാൻ മാത്രം. ഒന്ന് അദുവല്ലാഹ് എഴുതിക്കോളൂ. അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു. രണ്ട് അദുവ്വുൻ മുബീൻ, വ്യക്തമായ ശത്രു. മൂന്ന് അദുവ്വൻ മുദിയ്യൻ, അദുവ്വൻ മുദിയ്യൻ മുബീൻ. പിന്നെ അൽ-ഗറൂർ, വൈനിന് ഫത്തഹ് കൊടുക്കണ്ട. വൈനിന് നമ്മ കൊടുത്ത അർത്ഥം മാറും. ഖുർആനിൽ വേറെ വാക്കുണ്ട്.
റൈനിന് ഫത്തഹ് കൊടുക്കണം. ഗുറൂർ അല്ല ഗറൂർ, റൈനിന് ഫത്തഹ്. ഇതിനെന്താ അർത്ഥം പറഞ്ഞത്? അദുവ്വൻ മുബീൻ വ്യക്തമായ ശത്രു. അദുവ്വൻ മുദില്ലൻ മുബീൻ വ്യക്തമായ വഴിതെറ്റിക്കുന്ന ശത്രു. വ്യക്തമായ ആളെ വഴിതെറ്റിക്കുന്ന ശത്രു. പിന്നെ അൽ ഗറൂർ മഹാവഞ്ചകൻ. അൽ ഗറൂർ ഷൈത്താൻ എന്നതിനെ അല്ലാഹു തആല ഉപയോഗിച്ച വാക്കാണ് അൽ ഗറൂർ മഹാവഞ്ചകൻ എന്ന വാക്കിന്റെ അർത്ഥം. അൽ ഗറൂർ മഹാവഞ്ചകൻ. ഒന്ന് അദുവ്വല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു. അദുവ്വല്ലാഹ് അല്ലാഹുവിന്റെ ശത്രു. അദുവ്വ മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ ശത്രു. അദുവ്വ മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ വഴിതെറ്റിക്കുന്ന ശത്രു. അൽ ഗറൂർ മഹാവഞ്ചകൻ. ഇനി ഞങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ അറിവിനും നിങ്ങൾക്ക് ഒഴിവുള്ള സമയം 2 ആഴ്ച കൂടുമ്പോൾ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്നും ഖുർആനായിട്ട് ബന്ധപ്പെടാൻ മറിച്ച് നോക്കാൻ ഞാൻ ഈ സ്ഥലങ്ങൾ പറഞ്ഞുതരാം. അത് എഴുതിക്കോളൂ. സ്ഥലങ്ങൾ ഒന്ന് അദുവ്വല്ലാഹ് എന്ന് പറഞ്ഞ സ്ഥലം പെട്ടെന്ന് എഴുതിയാൽ മതി. അദുവ്വല്ലാഹ് എന്ന് പറഞ്ഞില്ലേ, അത് നേരെ കണ്ട് എഴുതിയാൽ മതി. ആ സ്ഥലങ്ങൾ എഴുതിയാൽ മതി. 8 8ൽ 60 8ൽ 60 9ൽ 114. 8ാമത്തെ സൂറത്തിലെ 60, 9ാമത്തെ സൂറത്തിലെ 114. അവിടെ അദുവ്വല്ലാഹ് കാണാം. ഇനി അദുവ്വ മുബീൻ എഴുതുക. 2ൽ 168 208. 2ൽ 168 പിന്നെ ആയത്ത് 208 രണ്ടായിരത്തി. അടുത്തത് 6ൽ 142. 6ൽ 142. 7ൽ 22. 7ൽ 22. 12ൽ 5. 12ൽ 5. 12 നേരിട്ട് ഒരു അരിപ്പട്ടുകൾ 5 എഴുതിയാൽ മതി. 12ൽ 5. 43ൽ 62. 43ൽ 62. ഇനി അദുവ്വൻ മുദില്ലൻ മുബീൻ എന്ന് പറഞ്ഞ സ്ഥലം. മൂന്നാമത്തെ അദുവ്വൻ മുദില്ലൻ മുബീൻ എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലങ്ങൾ എഴുതിക്കോളൂ. 28ൽ 15. 28ൽ 15. 17ൽ 53. 28ൽ 15ഉം 17ൽ 53. ഇനി ഗറൂർ എന്ന് പറഞ്ഞ 3 സ്ഥലമുണ്ട്. ഗറൂർ എന്ന് പറഞ്ഞില്ല ഷൈത്താനെ പറ്റി. എന്താ അതിന്റെ അർത്ഥം? ഗറൂറിന്റെ അർത്ഥം എന്താ പറഞ്ഞത്? മഹാവഞ്ചകൻ. നമ്മളെ ചതിക്കാൻ, നമ്മളെ പറ്റിക്കും, വഞ്ചിക്കനാണ് ഗറൂർ. അതിവിടെ പറഞ്ഞ 3 സ്ഥലത്താണ്. 31ൽ 33. 35ൽ 5. 57ൽ 14. 57ൽ 14. നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഒന്ന് മറച്ചു നോക്കിയാൽ മതി, വായിച്ചു നോക്കിയാൽ മതി. ശരി, ഇനി ഇവിടെ ശ്രദ്ധിക്കാം. അപ്പോ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്തൊക്കെയാ പഠിച്ചത്? ഇന്ന് നമുക്ക് എന്തൊക്കെയാ പഠിക്കാൻ കഴിഞ്ഞത്? ഒരാൾ ചോദിച്ചാൽ എന്റെ 1ാം ക്ലാസ്സിൽ പോയിട്ട് എന്തൊക്കെയാ കിട്ടിയെന്ന് വെച്ചാൽ അന്തം അവസ്ഥ ഉണ്ടായത്. മനസ്സിലായി പറഞ്ഞത്?
അപ്പൊ ഞാൻ കഴിഞ്ഞ രണ്ട് വെള്ളിയാഴ്ച ഞാൻ നാട്ടിലിരിക്കുന്നു. കഴിഞ്ഞ 2 വെള്ളിയാഴ്ച ഞാൻ വിദേശത്ത് ഒമാനിലെ ഒരു ക്ലാസ്സിന് വേണ്ടി പോയതായിരുന്നു. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് കുത്തു പറഞ്ഞ പള്ളിയുണ്ട്. അപ്പൊ ആ പള്ളിയിൽ 2 വെള്ളിയാഴ്ച കുത്തുകൾക്ക് പകരം കുത്തുകൾക്ക് ആളാ വന്നത്. അപ്പൊ ഞാൻ ആ പള്ളിയിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ വിളിച്ചിട്ട് ഇന്നലെ ഞാൻ കുത്തു പറഞ്ഞു 2 വെള്ളിയാഴ്ച പറഞ്ഞു. അപ്പൊ ഇന്നലെ ജുമാക്ക് പോണ മുമ്പ് ഞാൻ വിളിച്ചു ചോദിച്ചു, അല്ല എന്തേലും കഴിഞ്ഞ 2 വെള്ളിയാഴ്ച വിഷയം പറഞ്ഞു വെച്ചാൽ. അപ്പൊ ആ പറഞ്ഞ വിഷയം തന്നെ നമ്മൾ പോയി പറയണ്ട വെച്ചിട്ടാണ്. ഓർമ്മയില്ല. അപ്പൊ ഞാൻ 4-5 ആൾക്കാരെ മാറി വിളിച്ചിട്ടും എന്തായിരുന്നു വെള്ളിയാഴ്ച കുത്തുവ അറിഞ്ഞ നേരം ഓർമ്മയില്ല. ആഴ്ചയായിട്ടുള്ളൂ. കഴിഞ്ഞ വെള്ളിയാഴ്ച കുത്തുവ നമ്മൾ അറിഞ്ഞെന്ന് വെച്ചാൽ ഇങ്ങനെ ഓർത്തു വിൽക്കണം. നമ്മൾ ഈ അവസ്ഥ ഖുർആന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. നമ്മളൊരാൾ പറയാണ്, അപ്പൊ നമ്മളെ ക്ലാസ്സിൽ വന്നിട്ട് ജയിച്ചുള്ള അപ്പൊ നമ്മളോട് ചോദിക്കാറ് എന്തൊക്കെയാണ് അപ്പൊ എന്റെ കിട്ടിയെന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടായിരുന്നു. ഇന്നും പറയുന്നത് ഖുർആൻ ഓടുമ്പോ ആളുമില്ലാതെ വിഷയത്താണ് വരുന്നത്. നമ്മൾ ചെല്ലുണ്ടല്ലോ ഖുർആൻ മറിച്ചെന്ന് കാണിച്ചോണ്ട ഖുർആൻ ഉണ്ടാവും. ഖുർആനായി എഴുതിയില്ല, പിന്നെ ഇല്ലാത്ത നമുക്ക് ഓടാൻ പറ്റുമോ എന്നൊരാൾ ചോദിച്ചാൽ എന്താ മറുപടി അറിയാം. അപ്പൊ ഖുർആനില് ആളുമില്ലാതെ വിഷയത്താണ് വരുന്നത് ചൊല്ലാനുള്ള കൽപ്പനുണ്ട്. അത് എവിടെയുള്ളത്? സൂറത്ത് നഹലിലാണ്. സൂറത്ത് നഹൽ 16-ാമത്തെ സൂറത്തില് എത്രാമത്തെ ആയത്തിലുള്ളത്? 98-ാമത്തെ. ആ ആയത്ത് ചോദിക്കുക. ഏതായത്ത്? ഇതാണ് നമുക്ക് കിട്ടിയ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ ചോദിക്കുക, ശൈത്താൻ എന്ന് പറയുമ്പോൾ കുറെ കാലമല്ല ശൈത്താൻ എന്ന് പറഞ്ഞത്. ഈ ശൈത്താൻ എന്ന് പറഞ്ഞ സാധനം എന്താ എന്ന് പറഞ്ഞാൽ അപ്പം ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് അല്ല. ഇബ്ലീസ് പറഞ്ഞ ഉത്തരം പൂർത്തിയാവില്ല. പിന്നെ എന്താണ്? ഇബ്ലീസ് പറഞ്ഞാൽ ഒരുത്തനാണ്. ഷൈത്താൻ ഷയാത്തീൻ എന്നാണ് പറയുന്നത്. ഷൈത്താൻ ഷയാത്തീൻ എന്നാ പറഞ്ഞത്, ഒരാളല്ല. അവൻ പിന്നെ ആരാണ്? ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? എന്താണ് ഷൈത്താൻ എന്ന് പറഞ്ഞാൽ? ഇബ്ലീസിന്റെ കബീല. ഇബ്ലീസ് ജിന്നിൽപ്പെട്ട ഒരുത്തനാണ്. ആ ഇബ്ലീസിന്റെ കബീല ഗോത്രമാണ്. പിന്നെ ഇബ്ലീസിന്റെ മക്കളാണ്. പിന്നെ ഹിസ്ബാണ്, പാർട്ടിയാണ്. പിന്നെ ജുനൂദാണ്, സൈന്യമാണ്. അതാണ് ഷൈത്താൻ ഷയാത്തീൻ. ഖുർആൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? 88 തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഇബ്ലീസിനെ പറ്റി. ഇബ്ലീസ് 70, ഷയാത്തീൻ 18, മൊത്തം 88 തവണ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി ഷൈത്താനെ പറ്റി ഖുർആനിന്റെ ആളുകൾ ഏറ്റവും പ്രധാന ഷൈത്താനെ പറ്റി തിരിച്ചറിവാണ്. അതിൽ അള്ളാഹ് പ്രയോഗിച്ച 4 പ്രയോഗങ്ങളുണ്ട്. 1 അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു. 2 അദുവൻ മുബീൻ, വ്യക്തമായ ശത്രു. 3 അദുവൻ മുദില്ലൻ മുബീൻ. 4 അൽ-ഗറൂർ. ഇതാ പറഞ്ഞ സ്ഥലങ്ങൾ നമുക്ക് കിട്ടി. ഇതാണ് ഷൈത്താനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ഒരു ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം, എങ്ങനെയാണ് നമ്മളെ ഇത് ബാധിക്കുക ഷൈത്താൻ നമ്മൾ അറിയാം. അപ്പൊ അതിന് നമ്മളൊരു കാര്യം ചെയ്യുക. പിന്നെ ഷൈത്താനും അതായത് ഇബ്ലീസും ഗോത്രവും നമ്മളും തമ്മിലുള്ള വ്യതിരിക്തത എങ്ങനെയാണ് നിലകൊള്ളുന്നത് അത് നമ്മൾ അറിയാം. അപ്പൊ അത് അറിയാൻ നമുക്ക് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അള്ളാഹ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആരാ പഠിച്ചത്? ഇങ്ങനെ നമ്മളെ പഠിച്ചതാരാ? അപ്പൊ നമ്മളും ഈ ഷൈത്താനും തമ്മിലുള്ള എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ അറിയണമെങ്കിൽ ഖുർആനിലെ സൂറത്ത് അറാഫ് എന്ന് വായിക്കലാണ്. ഏഴാമത്തെ സൂറത്ത്. ആദ്യ ഭാഗത്ത് പറഞ്ഞാൽ അൽബഖറ, അൽ-ഇംറാൻ ഒക്കെ കഴിഞ്ഞിട്ട് നിസാ, മാഇദ, അൻആം കഴിഞ്ഞാൽ അറാഫ്. സൂറത്ത് മറിച്ചാ കണ്ടില്ല? അതിൽ 27-ാമത്തെ ആയത്ത് 27 27-ാമത്തെ ആയത്ത് മറിച്ചോ? സൂറത്ത് അറാഫിലെ 27. ഇനി ഇങ്ങനെ കൈവച്ചോ, വായിക്കൊണ്ട് കൈവച്ചു. ആയത്തിന്റെ നമ്പർ നോക്കുമ്പോൾ നമ്മൾ എപ്പോൾ എന്താ ചെയ്യുന്നത്? ഖുർആൻ നോക്കുമ്പോൾ ആയത്തിന്റെ ശേഷം നോക്കണം. തുടക്കത്തിൽ നോക്കരുത്, ആയത്തിന്റെ ശേഷം നമ്പർ ഉണ്ടാകുക. അപ്പൊ അലിഫ് ലാം മീം എഴുതിട്ട് പിന്നെ ഒന്നുണ്ടായില്ല. അപ്പൊ ഒന്നാമത്തെ ആയത് ഏതാ? അലിഫ് ലാം
വെച്ചാണ് അത് ലാലിക്കൽ കിതാബിലാണെങ്കിൽ ഇതിന്റെ തരക്കാണ്ടാണ്. അപ്പൊ അതല്ല അതിന് അവസാനം നോക്കാം. ഞാൻ വായിക്കാം. കൈ വെച്ചു വായിക്കുന്നത് കൈ വെക്കാം. യാ ബനി ആദം, അത് ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കാം. യാ ബനി ആദം, ആദമിന്റെ മക്കളെ. അല്ല വിളിക്കാൻ ആദമിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചു പറയാം. നമ്മൾ ഓരോരുത്തരെ വിളിക്കണം. എന്നെ നിങ്ങളൊക്കെ ഓരോരുത്തരെ വിളിക്കാൻ നമ്മളെ വിളിക്കണം. യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. ലാ യഫ്തിനന്നകും ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ, കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. ബാക്കി കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങളെ മാതാപിതാക്കളെ പുറത്താക്കിയതുപോലെ, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകമായ തോട്ടം ജന്നത്ത് അതിനെ പറിച്ച അതിൽ നിന്ന് നിങ്ങൾ ഉപ്പാനും ഉമ്മാനും പുറത്താക്കിയതാരാണ്? ശൈത്താൻ. അതേപോലെ ആ പണി നിങ്ങളെയും ശൈത്താൻ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ ശൈത്താൻ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗമാതിഹിമാ, അവർ ഇരുവരുടെയും നഗ്നസ്ഥാനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുവാനായി അവൻ അവരിൽ നിന്ന് അവരുടെ വസ്ത്രം എടുത്തു നീക്കുകയായിരുന്നു. ആ പലയിടത്തുകൂടി ആ നഗ്നരായി അവിടത്താണ് ഒഴിവാക്കി. ഒരു ആണായാലും പെണ്ണായാലും അവിടത്തെ ഒഴിവാക്കാനുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം. മനസ്സിലായോ? അവിടത്തെ എന്ത് ചെയ്യാൻ പാടില്ല? ഒഴിവാക്കാൻ പാടില്ല. ഒരു പെണ്ണിന്റെ അവിടത്ത് ഒരു സ്ത്രീ ഒരു പുരുഷന്റെ മുന്നിൽ ഒഴിവാക്കാൻ പാടില്ല. ഒരു പുരുഷന്റെ അവിടത്ത് ഒരു പെണ്ണിന്റെ മുന്നിൽ ഒഴിവാക്കാൻ പാടില്ല. അവിടത്തെ എപ്പോഴും മറക്കണം. മനസ്സിലായില്ലേ? മുഖവും മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും ലൂസുള്ള വസ്ത്രം കൊണ്ട് ഒരു പെണ്ണ് ധരിച്ചിട്ട് മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. മുഖമടക്കം ഒന്നായിട്ട് മറക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. മുഖമടക്കം ഒരുമിച്ച് മറക്കലാണ് ഇസ്ലാമിന്റെ ശരിയായ വസ്ത്രവിധാനം. എന്നാൽ ഒരു പെണ്ണ് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി മുഴുവനും ലൂസുള്ള വസ്ത്രം കൊണ്ട് മറച്ചാൽ ആ പെണ്ണിന് എന്തില്ല? കുഴപ്പമില്ല, തെറ്റാണ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. എന്നാൽ ഏറ്റവും നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ പുറത്ത് കൊണ്ടുപോകുമ്പോൾ മുഖമടക്കം മുഴുവൻ ഒരു കൊണ്ട് മറക്കുക എന്നതാണ്. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ ഫിത്ന ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ശൈത്താൻ നഗ്നത ഒഴിവാക്കിക്കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. ബാക്കി നോക്കി അതിനുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്നഹു, ശരിക്കും ശ്രദ്ധിക്കുക. ഇന്നഹു, കൈവച്ചോളൂ, ഞാൻ വായിക്കുന്നുണ്ട്. ഇന്നഹു, തീർച്ചയായും അവൻ. ആ ഹൂന്ന് ഇബ്ലീസാണ്. ഹൂന്ന് പറഞ്ഞ ഒരാളാണ്. ഒന്നിനും കൂടുതൽ ഗുണവരുണ്ട്. ഗുണം എത്രണ്ടാവും? ഒരാൾ. ഹുവാന്നതിന്റെ ഷോർട്ടാണ്. ഹുവാന്നതിന്റെ ഷോർട്ടാണ് ഹൂന്നത്. ഹൂന്നുണ്ടെങ്കിൽ എത്ര വരും? ഗുണ് വരും. ഇന്നഹു, അവനും, അതായത് ഹൂന്ന് ഇബ്ലീസാണ്. യറാക്കും ഹുവ വഖബീലുഹു, അവനും അവന്റെ കബീലയും നിങ്ങളെ കാണും. അവനും അവന്റെ കബീലയും, അത് ഇബ്ലീസും ഇബ്ലീസിന്റെ കബീല ഗോത്രവും, അതാണ് ശൈത്താന്മാർ. അതാണ് ശൈത്താന്മാർ. അവർ നിങ്ങളെ കാണും. ആരെ കാണും? നമ്മളെ കാണും. എന്നാൽ നോക്കി, മിൻ ഹൈതു ലാ തറൗനഹും, അവരെ നിങ്ങൾ കണ്ണോട്ട് കാണാൻ കഴിയാത്ത വിധം. ക്ലിയറായോ? വ്യക്തമായി മനസ്സിലാക്കണം. എങ്ങനെ? ഇബ്ലീസിനെ നമ്മളെ കാണും. ഇബ്ലീസല്ല, ശൈത്താന്മാർ. ഇബ്ലീസും ഇബ്ലീസിന്റെ കബീലയും ശൈത്താന്മാരാണ്. അവർ ആരെ കാണും? നമ്മളെ കാണും. നമ്മളെയും നമ്മളെ കുട്ടികളെ ഒക്കെ കാണും. മനസ്സിലാക്കണ്ടേ? ഇങ്ങോട്ട് കാണും. ഇങ്ങോട്ട് കണ്ടാൽ മതിയല്ലോ ഉപദ്രവിക്കാൻ. നമ്മൾ പരസ്പരം കാണുന്ന പോലെ, അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന പോലെ ശൈത്താന്മാർക്ക് നമ്മളെ ഇങ്ങോട്ട് കാണാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അങ്ങോട്ട് കാണാൻ കഴിയില്ല. ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അങ്ങോട്ട് കാണാൻ. അത് അള്ളാഹുവിന്റെ അങ്ങനെ നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയുകയാണെങ്കിൽ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ നമുക്ക് സ്വസ്ഥ ജീവിക്കാൻ കഴിയില്ല. ഈ പ്രകൃതിയും ഈ ചുറ്റുപാടൊക്കെ ആരെ നമുക്ക് തന്നത്? പടച്ചോൻ തന്നതാണ്. പലതും നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ മറച്ചു വെച്ചത് നമ്മുടെ ജീവിതത്തിൽ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്, സ്വസ്ഥ കിട്ടാൻ വേണ്ടിയിട്ടാണ്.
മനസ്സിലായി? ഇത് അള്ളാഹ് ഖുർആനിലാണ് പറഞ്ഞത്. ഇത് നിഷേധിക്കാൻ പറ്റൂല. ഇത് നിഷേധിക്കുന്നവൻ ഖുർആൻ നിഷേധിക്കുന്നവനാണ്, അള്ളാഹ് നിഷേധിക്കുന്നവനാണ്. അപ്പൊ ഇബ്ലീസിനും ഇബ്ലീസിന്റെ കബീറത്തും അഥവാ ശൈത്താൻമാർക്ക് നമ്മളെ ഇങ്ങോട്ട് കാണാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് കാണാൻ കഴിയില്ല. ഈ വാക്ക് നോക്കി, ഇന്നാ ജഅൽന ശയാതീന, തീർച്ചയായും നാം ഈ ശൈത്താൻമാരെ ആക്കിയിരിക്കുന്നു, ഔലിയാ, ഈ ശൈത്താൻമാരെ മിത്രങ്ങളാക്കി കൊടുത്തിരിക്കുന്നു. ആർക്ക്? ലില്ലദീന ലാ യുഅ്മിനൂന, ഈമാനില്ലാത്ത മനുഷ്യന്മാർക്ക്. ഈമാൻ അല്ലാഹുവിലും പരലോകത്തിൽ ഈമാനില്ലാത്ത ആൾക്കാരെ ചങ്ങായിമാരായിരിക്കും, കൂട്ടുകാരായിരിക്കും, ശൈത്താന്മാരായിരിക്കും. അപ്പം ഇബ്ലീസും അവന്റെ കബീലും ശൈത്താനെന്ന് ഞാൻ കിട്ടിയോ? ഇബ്ലീസും അവന്റെ കബീലും ശൈത്താൻ. ഇനി ഇതേപോലെ ഓരോ ആയത്തുകളിൽ നിങ്ങൾക്ക് ശൈത്താൻ എന്താണ് എന്നുള്ളത് കിട്ടും. അതുകൊണ്ടാണ് മഹാന്മാരെ ഈ ആയത്തുകൾ ക്രോഡീകരിച്ച് ശൈത്താനെ പറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ എന്താ പറയുന്നത് കിട്ടിയത് ഈ ആയത്തിന്? ശൈത്താൻ നമ്മളെ കാണും, ശൈത്താനെ ശരിക്കും നമ്മൾ ഉപദ്രവിക്കാൻ കഴിയും എന്ന് തന്നെയാണ്. മനസ്സിലായോ? ഇനി ഇതേ സൂറത്തിൽ ഞാൻ ഒരു ആയത്ത് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ പറയുക? ഇതേ സൂറത്തിലെ 16-17 ഒരു പേജിന് മുന്നിൽ പഠിച്ചാൽ മതി. 16-17 വായിക്കും. قال فبما أغويتنا صراط المستقيم قال فبما أغويتني لأقودن لهم صراط المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن يمينهم وعن شمالهم ولا تجد أكثرهم شاكرين. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇംഗ്ലീഷിന് രണ്ട് പ്രത്യേകത പറഞ്ഞില്ലേ, ഖിയാമത്ത് നാൾ വരെ ആയുസ് കൊടുത്തേ. മനുഷ്യന്മാർക്ക് ആർക്കെങ്കിലും അങ്ങനെ ആയുസ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അതിന് മേലത്തെ ആയത്തിലാണ് 14-ാമത്തെ ആയത്തിലാണ് കാല അന്തർമിയിലായി ഉപയോഗത്തിൽ ശൈത്താൻ പറയാം, എനിക്ക് ഖിയാമത്ത് നാൾ വരെ, ഉയർത്തുന്നതിന്റെ നാൾ വരെ എനിക്ക് നീ ആയുസ് തരണമെന്നാണ്. കാല അള്ളാഹ് പറഞ്ഞു, ഇന്നൊക്കെ നമ്മളായിക്കോട്ടെ അതൊക്കെ തരാൻ പറഞ്ഞു. അള്ളാഹ് കൊടുത്തു. ഇത് അള്ളാഹ് ഒരു പരീക്ഷണമായിട്ട് നമുക്ക് വെച്ചതാണ്. ബാക്കി എല്ലാ സ്ഥാനമാനങ്ങളും ഇബ്ലീസിന് നാളെ എടുത്തു മാറ്റി. അവ എടുത്തു മാറ്റില്ലേ? നീ എന്നെ ആ രൂപത്തിൽ പിഴവിലാക്കിയതിനാൽ ഞാൻ ആര് കാരണം ഇബ്ലീസ് പിഴവിലായത്? അതുകൊണ്ട് ഈ മനുഷ്യന്മാരിൽ എവിടെ ഏത് കാര്യത്തിണ്ടെങ്കിലും അവരെ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ ഇരിക്കുക തന്നെ ചെയ്യുന്ന, ഇരിക്കുന്നല്ല ഇരിക്കുക തന്നെ ചെയ്യുന്ന സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം എന്നാണ് ഖുർആനാണ്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഇതിനെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചാൽ നമുക്ക് വരാൻ പോകുന്നത്. സിറാത്തുൽ മുസ്തഖീം എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഈ ഖുർആനിന്റെ വഴിയിൽ ആയിരിക്കും, ഖുർആനിന്റെ വഴിയിൽ ആയിരിക്കും ശൈത്താൻ ഇരിക്കുന്ന പറഞ്ഞു. ഇരിക്ക മാത്രല്ല, അടുത്തായിട്ട് പറഞ്ഞു ഞാൻ അവരുടെ അടുക്കൽ വരിക തന്നെ ചെയ്യും. അവരെ മുന്നിലൂടെ, അവരെ പിന്നിലൂടെ, പിന്നെ വലതുഭാഗത്ത് കൂടി, പിന്നെ വലതുഭാഗത്ത് കൂടി. തിരിയാനും അറിയാനോ സമ്മതിക്കൂല. മുന്നിലൂടെ വരും, പിന്നിലൂടെ വരും, വലതുഭാഗത്ത് വരും, ഇടതുഭാഗത്ത് വരും. നന്ദി കാണിക്കുന്നവരിൽ മനുഷ്യരിൽപ്പെട്ട കൂടുതൽ ആളുകളും നന്ദി കാണിക്കുന്നവരായി നിനക്ക് കാണാൻ കഴിയില്ല. ആരും വെല്ലുവിളിയാണ് അല്ലാഹ്. ശുക്ർ ചെയ്യുന്ന അല്ലാഹ് കൊടുത്ത നിയമത്തിന് നമുക്ക് തന്ന മക്കൾ അത് നമ്മുടെ നിയമത്താണ്. സമ്പത്ത് പടച്ചോ തന്നതാണ്, വീട് പടച്ചോ തന്നതാണ്, ആരോഗ്യം പടച്ചോ തന്നതാണ്, ആഫിയത്ത് പടച്ചോ തന്നതാണ്. ഇതിന് നമ്മൾ ശുക്ർ ചെയ്യാൻ പടച്ചോ. ശുക്ർ ചെയ്യുന്നവരായിട്ട് അധിക പേരെയും കാണാൻ കഴിയില്ല. അപ്പൊ എങ്ങനെയൊക്കെ വരുന്നതാണ്? മുന്നിലൂടെ, പിന്നിലൂടെ, വലതുഭാഗത്ത്. ഇനി വേറെ കാര്യം ഞാൻ പറയട്ടെ. ഈ ശൈത്താൻ നമുക്ക് ആയത്ത്
പിന്നെ ഖുർആനിലെ ആയത്ത് ഒരുപാട് നൂറുകണക്കിന് ആയത്തുകൾ പഠിക്കാണ്. ഇതിലും കൂടെ നമുക്ക് നോക്കാൻ സമയമില്ല. ഒരു കാര്യം മാത്രം പറയാം. അള്ളാഹ് പറയുന്നുണ്ട് ഇബ്ലീസ് ശൈത്താന് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ഉദാഹരണം പറയും. ഈ ഒരു പ്രാർത്ഥനയെ കൂടി പഠിച്ച് നമ്മുടെ ക്ലാസ് അവസാനിക്കും. അതായത് എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കാന്നാണ് ശൈത്താൻ ഇങ്ങനെ പറയുന്നത്. ശൈത്താനിന്റെ കാലാൾപ്പട കുതിരപ്പട, ശൈത്താനിന്റെ കാലാൾപ്പട കുതിരപ്പട ചുരുണ്ടിൽപ്പെട്ടതാണ്. ശൈത്താന്റെ ചുരുണ്ടിൽപ്പെട്ടതാണ്. ഇത് അള്ളാഹ് പറയാം, നിന്റെ ശബ്ദം കൊണ്ട് നീ അവളെ ഇളക്കി അജിലി സൗത്തിക്കാം. ഷെയ്ത്താനിന്റെ ശബ്ദം കൊണ്ട് ഇളക്കുക. ഷെയ്ത്താൻ കൊടുക്കുക. ഷെയ്ത്താൻ ഇളക്കാനൊക്കെ കൊണ്ട് കേട്ടിട്ടുണ്ടോ? മക്കാര് പറഞ്ഞു ശബ്ദം കൊണ്ട് ഇളക്കി വിടുക. ഷെയ്ത്താൻ പറയാനല്ല അഹ്തനിക്കന്ന, ശരിക്കും ശ്രമിച്ചോളൂ, ലഅഹ്തനിക്കന്ന ദുനിയത്തഹു, ഈ ആദമിന്റെ മക്കൾ ലോകത്ത് എവിടെ കണ്ടോ ആദമിന്റെ മക്കൾ അതായത് മനുഷ്യനെ ഞാൻ ലഅഹ്തനിക്കന്ന, ഞാൻ കീഴ്പ്പെടുത്തി വെക്കുക തന്നെ ചെയ്യുന്ന ആളാണ്. എന്താണ്? കീഴ്പ്പെടുത്തി വെക്കുക തന്നെ ചെയ്യില്ല. അഹ്തനിക്കന്ന, ശൈത്താൻ കീഴ്പ്പെടുത്തി വെക്കുന്നു. എഴുന്നേൽക്കാൻ പറ്റാത്ത രൂപത്തിൽ ശൈത്താൻ നമ്മളെ കീഴ്പ്പെടുത്തുന്നു. മക്കളിലും സ്വത്തിലും ശൈത്താൻ ഷെയർ എടുക്കും. ഷാരിഖ് ആരാണ് ഷാരിഖ്? നമ്മളൊരു ഷെയർ ഹോൾഡർക്കാണ് പലരുടെയും ഷാരിഖ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു ബിസിനസ്സിൽ ഒരാൾ പങ്കാളിയായാലും ഷാരിഖ് എന്ന് പറയാം. നമ്മളെ സ്വത്തിൽ ശൈത്താന് ഷെയർ ഉണ്ടാവും, നമ്മളെ മക്കളിൽ ശൈത്താൻ ഷെയർ ഉണ്ടാവും. ഖുർആനാണ് ഞാനീ പറഞ്ഞത്. എങ്ങനെ സ്വത്ത് ഉണ്ടെന്ന് പറയുന്നത്? സ്വത്ത് ഉണ്ടാകല് സകാത്ത് കൊടുത്തു വിട്ടാത്ത ശുദ്ധീകരിക്കാത്ത സ്വത്ത് ഉണ്ടായാലും നമുക്ക് 2% സകാത്ത് കൊടുക്കണം. കൊടുക്കണം ദാരിദ്ര്യത്തെ പേടിപ്പിക്കും. ഒരു തരം പേടി ഞാൻ മനസ്സിലിട്ട് കൊടുക്കണം. 10 പവൻ സ്വർണ്ണം ഉണ്ടെങ്കിൽ 10 പവന് 2% സകാത്ത് കൊടുക്കണം. 2.5 പവനല്ല, 10 പവനിലധികം സ്വർണ്ണം ഉണ്ടെങ്കിൽ 10 പവൻ വരെ കൊടുക്കണ്ട. 10 പവന് എത്തി, നിസാബ് എത്തിയാൽ കഴിഞ്ഞു. 10 പവൻ ഉണ്ടെങ്കിൽ എത്ര കൊടുക്കണം? 10 പവൻ എത്തുന്നത് വരെ കൊടുക്കണ്ട. 10 പവൻ തികഞ്ഞാൽ 2.5%, 2.5 പവനല്ല, അതിന്റെ വില കണക്കാക്കിയിട്ട് ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപ ചോദിച്ചോളി 10 പവന്. അത്രയൊന്നും അല്ല ഉണ്ടാകും നമ്മൾ എങ്കിൽ അതിന്റെ 2% എത്രയാണോ അത് സക്കാത്ത് കൊടുക്കണം. ആകെ സമ്പത്ത് 2%. അപ്പൊ എന്ത് ചെയ്യും? ശൈത്താൻ ഇത് ശുദ്ധീകരിക്കാൻ സമ്മതിക്കൂല. സമ്പത്ത് മലിനമാക്കും. സക്കാത്ത് കൊടുക്കാത്ത മുതല മലിനമായ സമ്പത്ത് അതിൽ ശൈത്താൻ ഷെയർ. നമ്മളെ മക്കള് ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. മക്കളിൽ ശൈത്താന്മാർക്ക് നമുക്കുണ്ടായ മക്കളിൽ ശൈത്താന് പങ്കുണ്ടായാൽ എങ്ങനെയാണ്? ശ്രദ്ധിച്ചു കേട്ടോളൂ. ഞാൻ ഖുർആൻ മാത്രമേ പറഞ്ഞോളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. മക്കളിൽ നമുക്ക് എങ്ങനെയാണ് അല്ലാഹു തആല തന്ന ഖുർആനും റസൂൽ പറഞ്ഞ വഹിയും, ആ ഖുർആനും ഹദീസും അടക്കമുള്ള വഹിയല്ലാത്ത മറ്റൊന്നും നമുക്ക് തെളിവല്ല. അത് മാത്രമേ നമ്മൾ തെളിവായിട്ട് പറഞ്ഞു. മറ്റൊന്നും നമ്മൾ ഖുർആൻ വിശദീകരണമായ ഹദീസും ഖുർആനും അല്ലാത്ത മറ്റൊന്നും പറഞ്ഞു അത് പറഞ്ഞാൽ പിന്നെ നമുക്ക് സംശയം ഉണ്ടാകാൻ പാടിയ വിഷയമില്ല. ഖുർആനിന്റെ ആയത്താൻ ഞാൻ പറഞ്ഞ മക്കളിൽ ശൈത്താനിന് പങ്കാളി ഉണ്ടാകും. നമ്മുടെ മക്കളിൽ ശൈത്താന് ഷെയർ ഉണ്ടാവും പറയാൻ കാരണം എന്താ? റസൂൽ വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. ഭാര്യാഭർത്താക്കന്മാര് ആരെയും ഒരുമിച്ച് കൂടിയാൽ ശാരീരികബന്ധം നടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്. അത് പ്രാർത്ഥിക്കലുണ്ടോ വേറെ കാര്യം. എന്താണ് ആ പ്രാർത്ഥന? നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും പഠിച്ച പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഇന്നിബ്നി ശൈത്വാന വജനിബ്നി ശൈത്വാന ഫീമാ റസഖ്തനാ. അല്ലാഹുവേ ശൈത്താനിനെ അകറ്റി പടച്ചോനെ. നോക്കിക്കോ, ഒരു ഖുർആനിന്റെ ഒരു ആയത്തിനെ റസൂൽ ഹദീസ് കൊണ്ട് വിശദീകരിക്കണോ? ശൈത്താനിനെ ഞങ്ങളിൽ നിന്ന് അകറ്റി പടച്ചോനെ. ഞങ്ങളിൽ നിന്ന് മാത്രമല്ല, ഭാര്യാഭർത്താക്കന്മാരെ ഞങ്ങളിൽ നിന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് പിറക്കാൻ പോകുന്ന മക്കളിൽ നിന്നും അകറ്റി പടച്ചോനെ. ഈ ഹദീസിന്റെ വാക്യം എന്താണ്? ഇത് പ്രാർത്ഥിക്കാൻ ഒരാൾ മറന്നാൽ, പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ശൈത്താൻ ഒരു കുത്തുന്ന ഒരു മസ്സാണ്, ഒരു കുത്തുന്നതാണ്. നമ്മളെ പേരന്റെ മുറ്റത്തൊക്കെ ചില മാവ് ചില പേരക്കന്മാരൊക്കെ ഉണ്ടാവും. അതിങ്ങനെ നന്നായി പടർന്ന് പന്തലിച്ച് ഇങ്ങനെ ഇലക്കെ നിറഞ്ഞ ഇലയോട് കൂടിയിട്ട് ഇങ്ങനെ തലയിൽ വിരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ അടിയിൽ ഉള്ളിൽക്കൂടെ കാതലിന്റെ ഉള്ളിൽക്കൂടെ ഒരു
ചെറിയ അടിഭാഗത്തിൽ കുത്ത് വന്നിട്ട് അതിനുള്ളിൽ കൂടെ അങ്ങനെ കയറി ഉള്ളു കമ്പിൽ പോയിട്ടുണ്ടാവും. ഒരു കുത്തുണ്ടാവില്ല, ഈ കുത്ത് വന്നിട്ടുണ്ടാവും, ഒരു കീടം കയറിയിട്ടുണ്ടാവും, ഉള്ളു കമ്പിൽ പോയിട്ടുണ്ടാവും. പുറത്തു ഉഷാറിക്കാൻ കാണാനൊക്കെ എന്താ ഭംഗി, പക്ഷെ ഉള്ളിൽ ആ കുത്തുണ്ട്. ഇത് ഞാൻ പറയുന്ന ഖുർആൻ ഹദീസാണ് സഹോദരങ്ങളെ. നമ്മളെ മുന്നിലുള്ള ഖുർആൻ നമുക്ക് തന്ന ഖുർആൻ ഹദീസാണ്. നമ്മളെ മക്കളിലും നമ്മുടെ സ്വത്തിലും ഒക്കെ എന്തിനാണ് ഇതിലൊക്കെ ശൈത്താൻ എന്തിനാ ഇടപെടുന്നത്? മക്കളിലും സ്വത്തിലൊക്കെ ശൈത്താൻ ഇടപെടുന്നത് എന്തിനാണ്? നമ്മളെ എങ്ങനെയെങ്കിലും നരകത്തിലേക്ക് എത്തിക്കാനാണ്. നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ, നരകത്തിലേക്ക് കൊണ്ട് ചാടിച്ചിട്ട് ശൈത്താൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ വീണ്ടും പറയുവാൻ ഖുർആനിൽ നമുക്ക് ആയത്തുകളിലൂടെ മനസ്സിലാക്കി. നമ്മള് ആവുമില്ലാതെ ശൈത്താൻ വെറുതെ ബോധി വിട്ടാൽ പോരാ. റബ്ബിന്റെ ഒരു കാറ് നമ്മൾ കിട്ടണമെങ്കിൽ ഖുർആൻ നമ്മളെ കയ്യിലുമാണ്. ശൈത്താനെ കൂട്ടുപിടിച്ച് പലരും പല പ്രവർത്തനങ്ങളും നടത്താറുണ്ട്. ശൈത്താനെ കൂട്ടുപിടിച്ചിട്ട് അങ്ങനെ ഒരാള് നമുക്ക് വല്ല ഉപദ്രവം ചെയ്താൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ശൈത്താനെ കൂട്ടുപിടിച്ച് നടത്തുന്ന പ്രവർത്തനം സിഹിർ എന്ന് പറഞ്ഞ സംഗതി. സിഹിർ മഹാപാപങ്ങൾ രണ്ടാമത്തെ ചെയ്യാൻ പാടില്ലാത്ത മഹാപാപങ്ങൾ രണ്ടാമത്തെ പാപമാണ് സിഹിർ. ശിർക്ക് കഴിഞ്ഞ സിഹിറ. എന്തുകൊണ്ടാ? ശൈത്താനെ കൂട്ടുപിടിച്ചിട്ട് ചില ആൾക്കാര് ചില പണികൾ ചെയ്യുന്നതാണ് സിഹിർ. ഇപ്പൊ നമ്മളെ കച്ചവടം തകരാൻ, നമ്മളെ മനസ്സമാധാനത്തോടുള്ള കുടുംബജീവിതം തകരാൻ, നല്ല സ്നേഹത്തിൽ ഭാര്യാഭർത്താക്കന്മാർ ജീവിക്കുന്നുണ്ടെങ്കിൽ ശൈത്താന് ഭയങ്കര വെറുപ്പാണ്. അവർക്കിടയിൽ എന്തെങ്കിലും ഒരു അകൽച്ച ഉണ്ടാക്കാൻ വേണ്ടി ശൈത്താൻ കാര്യമായി പണിയെടുക്കും. മനസ്സിലായോ? അപ്പൊ എങ്ങനെയൊക്കെ പറ്റുമോ ആ രൂപത്തിലൊക്കെ ശൈത്താൻ ഇടപെട്ടുകൊണ്ടിരിക്കും. നമ്മളെ എങ്ങനെയെങ്കിലും നരകത്തിലേക്ക് എത്തിക്കാനുള്ള ശൈത്താൻ ചെയ്യും. ഇപ്പൊ ഒരാള് സിഹിർ ചെയ്തുകൊണ്ടിരിക്കുക, നല്ലോണം പഠിക്കണം. നമ്മളെ കുട്ടിക്ക് പെട്ടെന്ന് ഇതൊക്കെ അനുഭവിക്കുമ്പോൾ മനസ്സിലാവും. ഇതെന്താണ്? ചില ആൾക്കാരൊക്കെ ഇതിനെ പച്ചയായിട്ട് എതിർക്കും. പക്ഷെ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ഏത് പച്ചയായി എതിർക്കുന്നവൻ ഇത് അനുഭവിക്കുമ്പോൾ ചെയ്യുന്നു. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മുമ്പ് ഞാൻ ഇതേപോലെ ഖുർആൻ ക്ലാസ് എടുക്കുന്ന ഒരു ഷാഹിയെ അതുപോലെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ 10ാം ക്ലാസ്സിൽ മൂന്നീർ ഹൈസ്കൂൾ, വളരെ പ്രസിദ്ധമായ ഹൈസ്കൂളാണ് മൂന്നീർ ഹൈസ്കൂൾ എന്നാണ്. ഒരു മാഷ് പിന്നെ മാനേജറെ പുറത്താക്കിയിട്ട് ആത്മഹത്യ ഒരു പ്രശ്നം വരുമ്പോൾ ഭയങ്കര സ്കൂളിലൊക്കെ അനുസരിച്ച സംഭവം. ആ സ്കൂളിൽ കഴിഞ്ഞ കൊല്ലം 10ാം ക്ലാസ്സിൽ കുട്ടി ഫുൾ A+ പാസ്സായി കുട്ടി 10ാം ക്ലാസ്സിൽ. ആ കുട്ടിന്റെ ഉമ്മ ഒരു ദിവസം ഫോൺ ചെയ്തിട്ട് കരഞ്ഞിട്ട് പറയാ, എന്താ പറയുന്നതറിയാം, ഈ കുട്ടി +2 അഡ്മിഷൻ, +1 അഡ്മിഷൻ കിട്ടി. ആദ്യത്തെ ദിവസം തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ കിട്ടി. അവിടെ അഡ്മിഷൻ എടുത്ത് നല്ല പഠിക്കണം, നല്ല പഠിക്കാൻ കുട്ടി. എന്താ പ്രശ്നം? ഒരു ദിവസം പെട്ടെന്ന് ഒരു 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഒരു പിന്നെന്താ അങ്ങനെ ഇരിക്കുക, വല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പോകുന്ന വല്ല പുറത്തിറങ്ങില്ല. അപ്പൊ ഒരു ആഴ്ച എന്തെങ്കിലും ചിലപ്പോൾ മാസങ്ങളിൽ സംഘടന ഉണ്ടാവും ചോദിച്ചത്. കുറച്ച് 2-3 ദിവസം ഇങ്ങനെ എന്തോ ഇങ്ങനെ ഒരു വലിയ, പിന്നെ ഒരു ദിവസം പെട്ടെന്ന് എന്തോ ശബ്ദം ഉണ്ടാക്കിയിട്ട് റോട്ടുമക്കാണ്ട് ഇറങ്ങി കൂടുകയാണ്. ആ ഉമ്മ പിന്നാലെ ഉള്ള മാക്സിമം വില പിടിക്കാൻ വേണ്ടി കൂടാ. ഒരു മനസ്സുകളായിട്ട് ഒരു കുട്ടി, ഒരു തകരാറില്ലാത്ത ഒരു ആൺകുട്ടി മാനസിക വിഭ്രാന്തി കാട്ടിട്ട് റോട്ടുമക്കൂടെ ഓടുകയാണ്. ആ ഓടുന്ന കുട്ടിയുടെ പിന്നാലെ ഇപ്പൊ ഓടുകയാണ്. എന്നിട്ട് ഇവരെ പിടിച്ചു കൊടുക്കുന്ന ശബ്ദം ഉണ്ടാക്കുക, ഒക്കെ വർത്തമാനം പറയാം, ഭയങ്കര പലതും ആകെ വന്നിട്ട് ഇങ്ങനെ പലതും കാണിച്ചപ്പോ ആ ഉമ്മ ഡോക്ടർ ഹൈദരാലി കല്ലിയത്ത് ഒരു മാനസിക അദ്ദേഹത്തിന് ഫോൺ നമ്പർ ചോദിച്ചിട്ട് എന്നെ വിളിച്ചത്. എന്താ ചെയ്യാൻ ആ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ഫോൺ ചെയ്തു. ഞാൻ പറയാൻ കാരണം പല നിലക്കും സഹോദരങ്ങളെ നമുക്ക് ശൈത്താനിന്റെ ഉപദ്രവങ്ങൾ പല രൂപത്തിലും നമ്മുടെ മക്കളിൽ നമുക്ക് ഒക്കെ വരും. ഇതിലൊക്കെ ഈ സിഹിർ ചെയ്യുന്ന ആളുകൾ സിഹിർ ചെയ്താൽ ശൈത്താനിനെ കൂട്ടുപിടിച്ച് ചെയ്യുന്ന പരിപാടിയുടെ സിഹിർ. അതുകൊണ്ടാണ് അല്ലാഹു തആല മഹാപാപമാണ് എന്ന് പറയാൻ കാരണം. 7 മഹാപാപങ്ങൾ രണ്ടാമത്തെ പറയാൻ കാരണം. ശരി, എങ്കിൽ ഒരാൾ ചെയ്താൽ ശരിക്കും ക്ലിയറായി മനസ്സിലാക്കണം. ഒരാള് സിഹിർ ചെയ്താൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മറു സിഹിർ ചെയ്യാൻ വേണ്ടി കടക്കന്മാരെടുത്തും തന്നന്മാരെടുത്തും മൂല്യന്മാരെടുത്തും പിന്നെ ജ്യോത്സ്യന്മാരെടുത്തും പോകല്ല വേണ്ടത്. മറിച്ച് ആ ചെയ്ത സിഹിറിന് ഉള്ള ചികിത്സയാണ് അല്ലാഹു തആല കൂടാൻ നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് തൗഹീദ്. ഇതാണ് തൗഹീദ്. യാസിർ
എഴുതി കിട്ടുക, തകിട് എഴുതി കിട്ടുക, ഒപ്പി കുഴിച്ചിടുക, മുളക്ക കൊണ്ടേ തൂക്കുക, ഇതല്ല ചെയ്യുന്നത്. ചെയ്യാൻ പാടില്ല ശിർക്ക്. തൗഹീദ് എന്താണ്? ഇങ്ങനെ വല്ലവരും ഇങ്ങനെ സിഹർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുക്കൽ അള്ളാഹുവിന്റെ വചനമാകുന്ന അങ്ങനെ തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. ഈ ഖുർആൻ ഉണ്ട്, ഈ ഖുർആൻ കൊണ്ടാണ് നമ്മൾ ചികിത്സ നടത്തേണ്ടത്. മനസ്സിലാക്കുന്നത്? ഒന്നും ചെയ്യാൻ ഖുർആൻ പറയാം. ഈ ആ സമയത്തിന് ശേഷം അള്ള പറയാം, എന്റെ അടിമകൾ, ആ അടിമകൾ നിനക്ക് സ്വാധീനം ഉണ്ടാവില്ല. ആ അടിമകൾ ആരാ? ഇബാദി എന്ന് പറഞ്ഞ ഇബാദുർ റഹ്മാനാണ്. ഇബാദി എന്ന് പറഞ്ഞാലാണ് എന്റെ അടിമകൾ എന്ന് പറഞ്ഞാലാണ്. എന്റെ അടിമകൾ എന്ന് പറഞ്ഞാലാണ് ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ, ഇബാദി എന്ന് പറഞ്ഞാൽ ഇബാദുർ റഹ്മാനാണ്. ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുന്നത് റഹ്മാൻ അല്ലമൽ ഖുർആൻ. അപ്പൊ ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക്, ഈ ഖുർആൻ ആയത്തുകൾ കൈവശമുള്ള ഒരാൾക്ക് ഈ പറഞ്ഞതൊന്നും എതിർക്കില്ല, ഒരു പേടിയും വേണ്ട. അതല്ലാതെ സിറുള്ള സംഗതി ഇല്ല, അതിനൊരു അസറുമില്ല, അത് എതിർക്കൂല, അത് ഫലിക്കൂല എന്ന് പറയലല്ല. മറിച്ച് എന്താ വേണ്ടത്? ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇവർ പോയ പോലെ തന്നമാട്ടും മൂലമാട്ടും കർത്തമാട്ടും പോവല്ല വേണ്ടത്. മറിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ശൈത്താനിന്റെ ശബ്ദത്തിൽ നിന്ന് രക്ഷ ചോദിക്കാൻ അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ഉണ്ട്, ഫലക്കുണ്ട്, ആയത്തുൽ കുർസി ഉണ്ട്, ആമന റസൂലുണ്ട്, ഇങ്ങനെ പലതുണ്ട്. ഇത് ചെയ്യാൻ വേണ്ടത് ചുരുക്കതാണ്. അതുകൊണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന പഠിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ് അവസാനിക്കാൻ. എല്ലാവരും സൂറത്തുൽ മുഅ്മിനൂൻ വായിക്കുക. സൂറത്തുൽ മുഅ്മിനൂൻ 23-ാമത്തെ സൂറത്ത് കണ്ടു പഠിക്കുക. മുഅ്മിനൂൻ മറിച്ചില്ല, എല്ലാവരും മറിച്ചോ? കണ്ടോ? മുഅ്മിനൂനിലെത്തിയോ? അങ്ങനെ ഞാൻ ആയത്ത് നമ്പർ പറയാം. 96 അല്ല 97 98. കണ്ടോ? നിങ്ങൾ കാണണം, ഖുർആൻ കാണണം. കണ്ടാൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് അതിൻ്റെതായ രൂപത്തിൽ മുന്നോട്ടുകൊണ്ടാൻ കഴിയും. കണ്ടില്ല? ഇനി ശ്രദ്ധിക്കാം. ഇനി ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നബിക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥന നമ്മളായിട്ട് എങ്ങനെ ബന്ധം? പറയും. നബിയെ പറയുക എന്ന് അർത്ഥം പറയാം. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ്. ഇത് നബിക്ക് മാത്രമാണോ? അല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളതാ. ഈ ആയത്ത് തുടങ്ങുന്നതാണ് ഖുൽ. ഖുർആൻ നോക്കി, ഖുർആൻ നോക്കി. ഖുൽ നബിയെ പറയുക. ഇതുപോലെ ഖുൽ അഊദു ബിറബ്ബിന്നാസ് പഠിച്ചില്ലേ? അതേപോലെ ഖുർആൻ ഒരു ആയത്താണ്, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ആയത്താണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് കാര്യം പറയണം, വ്യക്തമായിട്ട് കാര്യം പറഞ്ഞ ആയത്താണ്. ശ്രദ്ധിച്ചോളൂ. എന്താണ്? ഖുൽ നബിയെ പറയുക. നമ്മൾ എല്ലാം പറയണം. പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കാൻ, റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാതീൻ. പറയട്ടെ. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാതീൻ. പറയട്ടെ. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാതീൻ. ربي أعوذ بك من همشات الشياطين. ربي أعوذ بك من همسات 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 الشياطين.
ربي أعوذ بك من همزات الشياطين ربي أعوذ بك من الشياطين ربي أعوذ بك من همزات 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 الشياطين റബ്ബി എന്റെ റബ്ബേ റബ്ബി എന്ന് പറഞ്ഞാൽ റബ്ബീന കുറെ ആൾക്കാർ നമ്മൾ ഒരുമിച്ച് പറയാൻ റബ്ബനാന്ന് പറയും റബ്ബി എന്ന് പറഞ്ഞാൽ എന്റെ റബ്ബേ അഊദു ബിക ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു മിൻ ഹമസാത്തി ശയാത്തീൻ ശൈത്താൻമാരുടെ ഹമസാത്തുകളിൽ നിന്ന് ഹമസാത്ത് എന്ന വാക്ക് ശൈത്താന്മാരുണ്ടാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടി പറയുന്ന പേരാണ് ശൈത്താന് 1, 2, 3, 100, 1000 കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്ന ശൈത്താൻ ഈ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കൂടി പറഞ്ഞൊരു പേരാണെന്ത് ഹമസാത്ത് ശൈത്താന്മാരുടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഹമസാത്തുകളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തതാണ് ഇത് നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട പ്രശ്നം നമുക്ക് ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും നമ്മളോട് ഒരാൾ പറയാണ് കുട്ടിക്ക് പഠിക്കാൻ ഒരു ഉഷാറില്ല നല്ലോണം പഠിക്കുന്ന കുട്ടി ഒന്നും പഠിക്കണില്ല പഠിക്കുന്നതിന് മുന്നിലായി നല്ല ലാഭമുള്ള കച്ചവടം പെട്ടെന്ന് കച്ചവടത്തിന് എന്തോന്നും പറ്റി അല്ലെങ്കിൽ മനസ്സമാധാനം എന്തൊക്കെ എന്തെയോ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ ഒരാൾ നമ്മളോട് പറഞ്ഞ് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഈ ഒരു കാര്യം ചെയ്യും സുഹൃത്ത് മുമ്പിനുണ്ട് ഈ 2 ആയത്തൊന്ന് കാണാതെ പഠിച്ചിട്ടാണ് ഒന്ന് ചൊല്ല് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ അതിലും വലിയ ഒരു സ്നേഹം അവരോട് നമുക്ക് വേറെ പ്രകടിപ്പിക്കാൻ മനസ്സിലായോ പറയട്ടെ ربي أعوذ بك من همزات الشياطين 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 وأعوذ بك رب أن يحضرون 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 പഠിച്ചു പോകലാണ് ഇവിടെ പഠിച്ചില്ല പിന്നെ പഠിക്കൂല നമ്മളെ പേരിൽ എത്രമാനം പുസ്തകം അന്മാരില് എത്ര പ്രാർത്ഥനകളാണ് ഏതാ നമ്മൾ പഠിക്കല് എത്ര ഓരോ കൊല്ലം ഓരോ സംഘടനകളിൽ 1-ാം മാസത്തിലൊക്കെ എങ്ങനെ നടക്കും ആരാ പഠിക്കല് ഇതില്ലാതെ ഗ്രന്ഥത്തിലെ കിതാബിൽ നമ്മളെ പേരിൽ ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ ഈ ക്ലാസ്സിലെ പ്രത്യേകത പഠിച്ചു പോകണതാണ് ഒരു 1/4 മണിക്കൂർ സമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് പഠിക്കലാണ് ഇത് ചൊല്ലി ഇത് പഠിച്ചിട്ട് വേണം പോകാൻ ربي أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون ربي أعوذ بك من همزات الشياطين ربي أن وأعوذ بك رب أن يحضرون ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون മടിയിലൊന്ന് ഇരുത്തി ഈശാമാരുടെ അടിയിലൊക്കെ ഇരിക്കണം എന്റെ ഏത് സമയത്താണ് നമുക്ക് ഇരിക്കുമ്പോ ഒന്ന് അയക്കാതെ തലന്റെ മേലെ ഒന്ന് നമ്മൾ വെറുതെ ഓടിയാൽ മതി മടി ഇരുത്തിക്കാണ്ട് ഓടിയാൽ മതി ഇതൊക്കെ ചൊല്ലിയാൽ മതി അള്ളാന്റെ വഹിയാണ് ആശങ്ക വന്നതാണ് നമ്മളെ കുട്ടികളൊക്കെ നല്ല നിരക്ക് വളർന്നു വരും ആശങ്ക ഇല്ലാതെ 5 നേരം കൃത്യമായി നിസ്കരിച്ച് വാപ്പാനും മുമ്പിൽ പറഞ്ഞതനുസരിച്ച് ഖുർആനൊക്കെ എടുത്ത് ഓടുന്ന നല്ല മക്കളെ നമ്മൾ കാണുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും നമുക്ക് ഉണ്ടാകുക ഈ ഒരു സന്തോഷത്തിനപ്പുറം വേറെ എന്തെങ്കിലും നമ്മളെ കുട്ടികൾ മറ്റു ഭൗതികമായ മാർക്കുകളും പിന്നെ ഗ്രേഡുകളൊക്കെ വാങ്ങുന്നതിൽ ഉപരിയായിട്ട് നമ്മളെ മനസ്സിനെ ഏറെ സന്തോഷിക്കുന്ന കാര്യം എന്താ നമ്മളെ കുട്ടികൾ ആ കുട്ടികളെ പെരുമാറ്റം അവരുടെ സംസാരം ഒക്കെ ഒരു നമ്മൾ പോലും ആഗ്രഹിക്കാത്ത രൂപത്തിലേക്ക് ഇങ്ങനെ ക്രമപ്പെട്ട് വരികയാണ് അതിനെന്താ വേണ്ടത് ശൈത്താനോട് പോകണം ശൈത്താനോട് പോയാൽ നമ്മളെ കുട്ടികൾ ശരിയായ ദിശയിലേക്ക് വരും അതിന്റെ ഗുണം നമുക്ക് ദുനിയാവിൽ അനുഭവിക്കാൻ പറ്റും ഞാൻ നിങ്ങളോട് പറഞ്ഞറിയില്ല അത് ഇന്ത്യൻ ടുഡേയിൽ വന്നൊരു ടീച്ചർ ഒരു സംഭവം പറഞ്ഞിരുന്നു അതായത് മറ്റൊന്നല്ല ശൈത്താൻ ഉണ്ടാക്കിയ ഒരു സംഗതി എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ ഏകലോകം നഷ്ടപ്പെടുത്തും പരലോകം നഷ്ടപ്പെടും ഒറ്റ കാര്യം പറയാം നമുക്ക് ഏറ്റവും കൂടുതൽ ഈ അപകടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന ദേഷ്യമുള്ള സമയത്തല്ലേ അല്ലെ ഏറ്റവും വലിയ മാനസിക നമ്മൾക്ക് ഒരു സന്തോഷത്തോടു കൂടി വീട്ടിൽ ഇറങ്ങി പോകണോ സന്തോഷം ഇല്ലാതെ പോകണം എന്തായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉണ്ടാകുക
എന്തായിരിക്കും ഉണ്ടായ? എന്തോ നമ്മൾക്ക് അവിടെ ദേഷ്യം പിടിച്ച വിഷയം ഉണ്ടായ ആണോ? ഒന്ന് ദേഷ്യം പിടിച്ചു, നമ്മൾ എന്തോ പറഞ്ഞു, എന്തോ ചെയ്തു, ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, പ്രശ്നമില്ലേ, വലിയ പ്രയാസമില്ലേ? എന്താ ഷെയ്ത്താൻ ഉണ്ടാക്കുന്നത്? ഇന്ന വളരെ ഷെയ്ത്താൻ ഉണ്ടാക്കുന്നതാണ്. എന്താ റസൂൽ പറഞ്ഞത്? ഷെയ്ത്താൻ തീ കൊണ്ട് വളർത്തപ്പെട്ട വർഗ്ഗാണത്. ഷെയ്ത്താൻ തീ കൊണ്ട് വളർത്തപ്പെട്ട വർഗ്ഗാണ്. ചൂട് നമ്മൾ ഹീറ്റ്, ദേഷ്യം പിടിക്കുക, ചൂടാകാന്നറിയില്ലേ? ദേഷ്യം പിടിക്കുക ചൂടാകുന്ന ശരി ഹീറ്റാ തന്നെയാണ്. റസൂൽ പറഞ്ഞ വേറെ ഒഴുണ്ടാക്കുന്നതാണ്, ശരി തണുപ്പിക്കുന്നതാണ്. എന്തൊക്കെ കൊണ്ടുണ്ടാകുക? ദുനിയാവിൽ നാളെ പരലോകത്ത് പ്രശ്നം ഉണ്ടാകും. ഈ പിന്നെ എന്റെ കൂടെ വന്ന ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ജയിലുകളിൽ ഇരട്ട ജീവനിൽ തടവിന് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഈ ചെറുപ്പക്കാരുടെ ഒരു അനുഭവങ്ങൾ ഒരു ഫീച്ചറായിട്ട് വന്നിരുന്നു. അപ്പം അതിനൊരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട്, അയാൾ ഇരട്ട ജീവനിൽ തടവിന് ശിക്ഷിച്ച് കിടക്കുക, എന്താ പ്രശ്നം? അയാൾ പറഞ്ഞത് അയാളെ ഭാര്യനെ കൊന്ന കേസിലാണ് വന്നത്. ഭാര്യനെ കൊന്നു പറഞ്ഞ കേസിലാണ് വന്നത്. എന്താ പ്രശ്നം? അയാൾ കൊന്നിട്ടൊന്നുമില്ല, പക്ഷെ എന്താ പ്രശ്നം? വളരെ ഞാൻ പറയാം, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് കണ്ടിഷ്ടപ്പെട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ രണ്ടു കൂട്ടരും ബന്ധുക്കളും സമ്മതിച്ചില്ല. അവസാനം രണ്ടു കൂട്ടരും വീട്ടിൽ നിന്ന് ആ വീട്ടിൽ മുമ്പോട്ടും പുറത്താക്കി ഒഴിവാക്കി. അവസാനം സ്നേഹമാർ ഞങ്ങൾ കൂടെ കല്യാണം നടത്തി കൊടുത്തു. അങ്ങനെ ഇയാൾ പറയാൻ ഞങ്ങൾ വളരെ സ്നേഹത്തിലും വളരെ സന്തോഷത്തിലും ഞങ്ങൾ ജീവിക്കുന്നു. കല്യാണം കഴിഞ്ഞു, വീട്ടില് ഞങ്ങൾ താമസിക്കുകയാണ്. ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ ഐക്യവും ഞങ്ങളുടെ പെരുമാറ്റ അയൽവാസികൾക്ക് കുടുംബക്കാരുടെ അസൂയായിരുന്നു. ഇത്രയും സ്നേഹത്തിൽ ഞങ്ങൾ ജീവിക്കുക. അങ്ങനെ ഒരു ദിവസം ഇവിടെ ഈ പ്രതിസന്ധിയിലൊക്കെ സഹായിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടുകാരൻ, അയാൾ വിരുന്നുകാരനായിട്ട് വരുമെന്ന് പറയാം. വീട്ടിലേക്ക് അയാളെ ഭാര്യ വരുന്ന പറഞ്ഞു. അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ എന്റെ ആൾ വരുന്ന സ്നേഹം വരുന്ന നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു. കാരണം നമ്മൾ ഒരുപാട് സഹായിച്ചതാണ്. അതിന് ഇവര് നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി ഇവർ വന്നു. അങ്ങനെ ഇവര് എല്ലാവരും കൂടി കുടിച്ച് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ വിരുന്നുകാരനായ സുഹൃത്തിന് ഭക്ഷണത്തിൽ ഒരു മുടിനാരി കിട്ടി. ഒരു മുടിനാരി ഭക്ഷണത്തിന് ഇയാളെ അത് മാനദണ്ഡം എന്താക്കി ഞാൻ മുടിനാരി എല്ലാം എടുത്തിട്ട് ഒഴിവാക്കി. ഇയാൾ കാണാതെ ഒഴിവാക്കി. പക്ഷെ മറ്റോ കണ്ടു, ഇവരാകെ മാസികയിൽ ഭയങ്കര പിന്നെ വരെ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ആകെ ഭയങ്കര വിഷമാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിച്ച് ഭർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഇവര് രണ്ടാളും പോയി. വിരുന്നുകാർ പോയതിനു ശേഷം ഇപ്പം പറയാണ്, ഞാൻ അടുക്കളയ്ക്ക് ഭാര്യ വീട്ടിലേക്ക് ചെന്നു. എന്റെ മനസ്സിനത് തോന്നുക ഇത്തിരി രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിയിട്ടും ഒരു മുടിയൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഒരു മാനക്കേടാണ്. എന്റെ മനസ്സിലത് കൊണ്ടും കൊണ്ടും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരുന്നു. അവസാനം ഞാൻ അടുക്കളയേക്കാൾ ചെന്ന് ഭാര്യനെ പിന്നെ അടിക്കാൻ വേണ്ടി കൈ ഓടി, അതിനോട് കൈ പിടിച്ചു. ഒരു പിന്നെ അങ്ങോട്ട് വാക്കുകളൊക്കെ അവസാനം ഞാൻ ദേഷ്യം പിടിച്ചത് തള്ളിയതാണ്. ദേഷ്യം പിടിച്ച അങ്ങോട്ട് പറയുന്നിടയ്ക്ക് ശരി കൈയോടെ തള്ളിയ സമയത്ത് അവൾ വേച്ച് അത് പോയിട്ട് ചുമരിലേക്ക് പോകുന്നു. അവിടെ ആണിണ്ടായിരുന്നു, അത് തലന്റെ ഉള്ളിലേക്ക് തുളച്ച് കയറി. ആണിന്റെ മുകളിലേക്കാണ് തലന്റെ ഉള്ളിലേക്ക് തുളച്ച് കയറിയിട്ട് അവിടെ കിടന്ന് രക്തം വാർന്ന് മരിച്ചു. രക്തം വാർന്ന് മരിച്ചു. രണ്ട് കേസായി. ഈ പ്രശ്നത്തിനാണ് കല്യാണം കഴിക്കുന്നത്. എന്റെ പെണ്ണിന്റെ മാതാപിതാക്കൾ കൊണ്ട് പിന്നെ വീട്ടിൽ ചാടിച്ച് കൊണ്ടുപോയി, തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ച് പീഡിപ്പിച്ച് കൊണ്ടുവന്നാണ് കേസ് കൊടുത്തു. അങ്ങനെ ഇരട്ട ജീവപര്യന്തം കടലിനെ ശിക്ഷിച്ച് ജയിലിൽ കിടക്കാം. എന്നിട്ട് അവൻ പറയാണ്, ഞാന് ഇനി എന്റെ ആയുസിൽ പുറലോകം കാണുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ഈ സെല്ലില് ഈ തലയിണയും ഈ പായും കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കണ്ണുനീരിൽ കുതിരാത്ത ദിവസങ്ങളില്ല. ഞങ്ങൾ ജീവിച്ച ജീവിതത്തില് സന്തോഷകരമായ ദിനരാത്രങ്ങൾ, ഞാനും എന്റെ പ്രിയപ്പെട്ട ഭാര്യയും ജീവിച്ച സന്തോഷകരമായ ദിനരാത്രങ്ങളെ കുറിച്ച് ഓർക്കാത്ത ദിവസങ്ങൾ ഉണ്ടാകാറില്ല. എനിക്ക് പെട്ടെന്നുണ്ടായ ദേഷ്യം അതൊന്ന് നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നെങ്കിൽ ഞാൻ ഈ അവസ്ഥയിൽ ഉണ്ടാകുമായിരുന്നില്ലാണ്. കണ്ടത് ഇത് പെട്ടെന്ന് ദേഷ്യം നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കാണ്. ശൈത്താൻ പ്രവർത്തിപ്പിക്കാം. റസൂൽ പറഞ്ഞില്ലേ, ഈ കുട്ടികളൊക്കെ തട്ടിയോട്ട് കളിക്കുന്ന ശ്രദ്ധിക്കണം. ഈ 1000 കുട്ടികളെ ഇങ്ങനെ വെറുതെ തമാശക്ക് ഇങ്ങനെ ഓടിങ്ങാതെ ഇങ്ങനെ തമാശക്ക് കളിക്കും. തമാശക്ക് കളിക്കരുത്. കാരണം മൂന്നാമനായി ശൈത്താൻ വരും, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന. ഒരു അന്യ സ്ത്രീയും ഒരു അന്യ പുരുഷനും ഒരുമിച്ച് ഒറ്റ കാര്യം എന്ന് പറയാനുള്ള നമ്മൾ എത്ര സൂക്ഷിച്ചാലും മൂന്നാമനായി ശൈത്താൻ വരും. ശൈത്താൻ വന്നിട്ട് എന്തെങ്കിലും അത് നമ്മളെ ചെയ്യിപ്പിക്കും. മൂന്നാമനായി ശൈത്താൻ വന്നിട്ട് നോക്കി നിങ്ങൾ എത്രമാത്രം നിർദ്ദേശങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയത്. ഈ വാക്കിന്റെ അർത്ഥം ശ്രദ്ധിക്കുക. ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ്. റബ്ബി, എന്റെ റബ്ബേ, ആ ശൈത്താന്മാർ എന്നിൽ ഹാജരാകുന്നതിൽ നിന്ന് ശൈത്താൻ എന്നിൽ ഹാജരാകുന്നതിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. നോക്കി നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ
2 റബ്ബി വന്ന് ഒരു പ്രാർത്ഥന 2 റബ്ബി 2 അറുപത് വന്ന പ്രാർത്ഥനയാണ്. 2 തവണയാണ് അറുപത് റബ്ബി എന്നുള്ള വാക്ക് വന്നത്. ഇത് കാണാതെ പഠിക്കൽ നിർബന്ധമാണ്. ഇത് റസൂൽ വാക്ക് അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ ആലോചിച്ചു ഖുർആൻ ഇങ്ങനെ ഒരു ആയത്തിൽ ഉണ്ടായിട്ട് ഉലർവിനാസം പലപ്പൊക്കെ നിങ്ങൾ ആലോചിച്ചു നമുക്ക് എന്താണ് മനസ്സിലായത്? പറയും പുല്ലാവിനാസം പുല്ലാർക്ക് എന്താണ് മനസ്സിലായത്? നമ്മളെ മദ്രസയിൽ പോയതുകൊണ്ടല്ലേ അല്ലെ? പക്ഷെ അത് അവരെ നിർത്തിയോണ്ടല്ലേ ഇത് അറിയാതെ പോയത്. ഇത് നമ്മൾ അറിയണ്ടേ? ഇത് പുല്ലാവിനാസ് പലക്ക് അതുപോലെ പഠിപ്പിക്കപ്പെട്ട സംഗതിയല്ലേ. എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഇതാണ് സഹോദരങ്ങൾ നമ്മുടെ ഈ ക്ലാസിന്റെ പ്രത്യേകത. പഠനമാണ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾ നമുക്ക് ഇതേപോലെ നിർബന്ധമായും അനിവാര്യമായി നമ്മൾ പഠിക്കേണ്ട പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഇങ്ങനെ നേരെ വൈകുന്നേരം കുറെ ഭക്ഷണം കഴിച്ച് കുറെ യാത്ര പോയി കുറെ ടൂർ പോയി അല്ലെങ്കിൽ കുറെ കല്യാണം സംഘാരിപ്പിച്ച് ഇങ്ങനെ നടത്തുന്ന എല്ലാം നമ്മളത് പഠിച്ചു പോകും. ചെയ്യാനുള്ള ബാക്കിയൊക്കെ പോകും. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഒരു ഭാഗമായിട്ട് മാറാൻ നമ്മൾ പ്രതിജ്ഞ ചെയ്യാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഒരു പ്രതിജ്ഞ നമ്മൾ ചെയ്യാം. ഒരിക്കലും നീ കാര്യം നമ്മൾ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് ഒരു നെയ്യത്ത് നമ്മൾ മനസ്സിൽ ചെയ്യുക. അതിന്റെ സന്തോഷവും അതിന്റെ സമാധാനവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ശരി, ഇത് പഠിച്ച് നമുക്ക് തിരിച്ചു പോകാം. വൈകട്ടെ وأعوذ بك ربي أن يحضرون ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون ربي أعوذ بك എത്ര തവണ പറഞ്ഞാലും വേദന അത്രയും പല ആവർത്തിക്കും. അതിനനുസരിച്ച് ചെയ്താണ് പോവും ചെയ്യും. പറഞ്ഞോല്ല ഒന്നാമത്തെ മാത്രം ربي أعوذ بك من همزات الشياطين 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 وأعوذ بك ربي أن يحضرون وأعوذ بك ربي أن يحضرون ربي أعوذ بك ربي أن يحضرون وأعوذ 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 بك ربي أن أعوذ بك ربي أن من همزات الشياطين وأعوذ بك ربي أن يحضرون ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون ربي أعوذ بك من همزات الشياطين ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون ഷൈത്താൻ ഷയാത്തീൻ നമ്മൾ എങ്ങനെയെങ്കിലും സ്വാധീനിച്ചാൽ സഹോദരങ്ങളെ നമുക്ക് എത്ര സുഖമുണ്ടായിട്ട് കാര്യമില്ല. നമുക്കത്ര ദുനിയാവ് സൗകര്യങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്കത്ര ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്കത്ര പവർ ഉണ്ടായിട്ട് കാര്യമില്ല. ഷൈത്താൻ നമ്മളെ സ്വാധീനിച്ചാൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ശരീരം ഒരു വാടി തളർന്നു പോകും. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല.
ഒരു ചികിത്സക്ക് നമ്മളെ താങ്ങി നിർത്താൻ കഴിയില്ല, ഒരു മരുന്നിന് നമ്മളെ താങ്ങി നിർത്താൻ കഴിയില്ല, ഒരു വിദഗ്ധമായ ചികിത്സക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ശൈത്താൻ നമ്മളെ ബാധിച്ചാൽ ശരിക്കും മനസ്സിലാക്കിക്കോളൂ. വേറെ ശരീരത്തെ ബാധിക്കുന്ന ഏത് രോഗത്തിനും നമ്മുടെ കൈകളിലുള്ള സമ്പത്ത് കൊണ്ടും ചികിത്സ കൊണ്ടും നമുക്ക് രക്ഷ കിട്ടുമെങ്കിൽ സഹോദരങ്ങളെ, ശൈത്താൻ നമ്മളെ സ്വാധീനിച്ചാൽ ഒന്നിനും ചെയ്യാൻ കഴിയില്ല. ഇതിനല്ലാതെ ഇതുകൊണ്ടല്ലാതെ രക്ഷ ഉണ്ടാവില്ല, ഒരു ചികിത്സയും പാടില്ല. ഇത് അമൂല്യമാണ്, കാശ് കൊടുക്കാൻ കിട്ടില്ല, അമൂല്യമാണ്, വിലമതിക്കാൻ കഴിയാത്തതാണ്. കോടികൾ നമ്മൾ ചെലവഴിക്കാൻ തയ്യാറാണ്. ശരീരം ഒന്ന് തളർന്നുപോയി, മുഖം ഒന്ന് ഓടിപ്പോയി, പെട്ടെന്ന് ക്ഷീണം സംഭവിച്ചു, നമ്മൾക്ക് മുഴുവൻ എടുത്ത് വിറ്റിട്ടാണെങ്കിൽ നമ്മൾ ചികിത്സിക്കും. പക്ഷെ മുഴുവൻ എടുത്ത് വിറ്റാലും ശൈത്താൻ നമ്മളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ, ശൈത്താൻ ഹൃദയത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇതിനല്ലാതെ അതുകൊണ്ടാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത്, ചികിത്സ പഠിപ്പിച്ചത്. ഈ ആയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ദുനിയാവിൽ വരാറില്ല. ഈ ആയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ദുനിയാവിൽ നിങ്ങൾക്ക് ഇതിന് വരാൻ കഴിയില്ല. ഖുർആൻ അല്ല പറഞ്ഞത്, അള്ളാഹ് ഈ കെലിമത്തിന്റെ വെളിപ്പെട്ടതാണ്. ഈ ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളും മുഴുവനും ഒരുമിച്ച് കൂട്ടിയാലും അള്ളാഹിന്റെ ഒരു കെലിമത്തിന് സമാവില്ല, ഒരു പദത്തിന് സമാവില്ല. എത്രയോ പദങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥന നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് പിരിഞ്ഞു പോകാം. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ആകാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റിയും അള്ളാഹു താഴ അവന്റെ മഹത്തായ പതിലൂടെ നമുക്ക് വിട്ടുകൊടുക്കുവാൻ. മുസ്ലിം സമൂഹം ഇത് വല്ലാത്ത പ്രതിസന്ധിയിലാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നമുക്ക് അറിയാം, മുസ്ലിം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം എന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം എന്ന റസൂൽ ഇത്തരം പ്രതിസന്ധികളിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഇതെല്ലാവരും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് കൂടെ ഇൻഷാ അല്ലാഹ് ഈ നമ്മുടെ സെന്ററിലെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് പ്രാർത്ഥന പഠിപ്പിക്കും. ആ പഠിപ്പിക്കണം ഉദ്ദേശിക്കുന്നത് നമ്മളെ പ്രകടനം നടത്തലും മുദ്രാവാക്യം വഹിക്കുന്ന സിംബോസിയം നടത്തുന്ന സെമിനാർ നടത്തലും അത് മാത്രമല്ല, മറിച്ച് ഒരു മുസ്ലിം സമുദായത്തിന് ഇത്തരം പ്രതിസന്ധി വരുമ്പോൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്താനുണ്ട്. നമുക്ക് മുസ്ലിമീങ്ങളെന്ന് പേരിട്ടത് ആരാധനയാണ്. നമുക്ക് മുസ്ലിമീങ്ങളെന്ന് പേരിട്ടത് ഇവരാണിന്റെ പേരല്ല. മുസ്ലിമീങ്ങൾ നമുക്ക് പേരിട്ട അള്ളയാണ്. സൂറത്ത് ഹജ്ജിന്റെ അവസാനമായിട്ടാണ് മുസ്ലിമീനാണ്. ഇവർക്ക് മുസ്ലിമീങ്ങളെന്ന് പേരിട്ടത് നാമാണ് അള്ളാഹുയാണ്. ആദ്യത്തെ മനുഷ്യന്റെ മതേതരമായ റിലീജിയൻ ഇസ്ലാമാണ്. നൂഹിന്റെ അനുയായികളുടെ പേരെന്താണ്? ഫഷ്ഹദു ബി അന്നനാ മുസ്ലിമൂൻ. നൂഹിന്റെ പറയും മുസ്ലിമീങ്ങളെ സാക്ഷ്യപ്പെടുത്തണം, ഷഹാദത്ത് ചെയ്യുക. ഫഷ്ഹദു ബി അന്നനാ മുസ്ലിമൂൻ, അവർ മുസ്ലിമീങ്ങളാണ്. ഇബ്രാഹിം മുസ്ലിം, ഹനീഫ മുസ്ലിമാണ്. ഇബ്രാഹിമിനെ പറ്റി പറഞ്ഞത് എല്ലാ പ്രവാചകന്മാരും മുസ്ലിമീങ്ങളാണ്. അള്ളാഹു തന്ന മതത്തിന് ഒരേ ഒരു പേരുള്ളൂ, ഇസ്ലാമാണ്. അതുകൊണ്ട് ആര് വെറുത്താലും ആര് ഒറ്റപ്പെടുത്തിയാലും തകരുന്ന ആശയമല്ലത്. ആശങ്കപ്പെടേണ്ട, പേടിക്കേണ്ട, ബേജാറാകേണ്ട. മുസ്ലിമീങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അഞ്ചുമുള്ള ആലോചന നിങ്ങളെന്നാണ് ഉന്നതന്മാർ ഈമാൻ നല്ലതാണ്. റബ്ബ് സഹായിക്കില്ല. എല്ലാ തീരുമാനങ്ങളും പ്രതികരിക്കാൻ മാലിക്കുൽ മുൽക്ക് അല്ലാഹ്. അധികാരമുള്ളവൻ അവൻ അധികാരം കാണിക്കുന്നുണ്ടെങ്കിൽ അധികാരം കൊടുത്ത മാലിക്കാരൻ അവൻ. മാലിക്കുൽ മുൽക്ക് അവൻ. അപ്പൊ അള്ളാഹു ഇത്തരം സന്ദർഭങ്ങളിൽ പഠിക്കാൻ പറഞ്ഞ ചൊല്ലാൻ പറഞ്ഞ നമ്മൾ ചൊല്ലണം, അത് പഠിക്കണം, അത് നമ്മളിൽ നിന്ന് ഉയരണം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആ കാര്യങ്ങൾ കൂടി സംബന്ധിക്കുകയാണ്. അള്ളാഹു നമുക്ക് മുസ്ലിമീങ്ങൾക്ക് നിശ്ചയത്തോടുകൂടി ജീവിക്കാനുള്ള കഴിവും ശക്തിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവരുടെ പ്രതിസന്ധികളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു അവർക്ക് മഹ്ഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കോഴിക്കോട് പൊക്കുന്നിൽ ഇതേപോലെ ക്ലാസ് അവിടെ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ചെറുപ്പക്കാരനാണ്. അദ്ദേഹം കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലമായി. പക്ഷെ അദ്ദേഹത്തിന് ഇതുവരെ മക്കളില്ലായില്ല. ഇപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഗർഭാശയത്തിൽ ക്യാൻസറാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു ചെറിയ ഓപ്പറേഷൻ കോഴിക്കോട് MDR ഹോസ്പിറ്റലിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഖുർആൻ പഠിക്കുന്ന ആളുകൾ പ്രത്യേക വിചാരത്തിലുണ്ടാവും, ഉത്തരണ്ടാവും. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ ആത്മസ്കാരത്തിന്റെ പ്രാർത്ഥനയിലൊക്കെ നിങ്ങൾ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ സാലിഹായ മക്കളെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുക്കാര നമ്മുടെ എല്ലാവരുടെയും മക്കളെ സാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം
തൗഫീഖ് അല്ലാഹു നിയമത്ത് ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ അല്ലാഹു തആല കടങ്ങളൊക്കെ പെട്ടെന്ന് വീട്ടാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഒരു കാശ് പോലും കടമില്ലാതെ കടങ്ങളിൽ നിന്ന് സുരക്ഷിതനായി ജീവിച്ചു പോയിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു നമുക്ക് നിറവേറ്റി തരട്ടെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടെ ഒരു സ്വാലിഹായി അമലായി അല്ലാഹു പ്രഘോഷിക്കുമാറാവട്ടെ നാളെ സ്വർഗത്തിൽ ഇതേപോലെ സന്തോഷത്തോടുകൂടി അല്ലാഹു നമ്മളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ രോഗങ്ങളിൽ നിന്ന് വേദനകളുടെ രോഗങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അപകടങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ മക്കളെയും കുടുംബത്തെ കാത്തിരക്ഷിക്കട്ടെ ഈ ഇന്ന് പഠിച്ച ആയത്തുകളും പ്രാർത്ഥനയും അള്ളാഹു അത് കാണാതെ പഠിച്ചത് മറക്കാതെ നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്തി തരുമാറാവട്ടെ സ്ഥിരമായി അത് ചൊല്ലാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഈമാൻ തഖ്വ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك